ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ.എം. എബ്രഹാമിന് തിരിച്ചടിയായി അമിക്കസ് ക്യൂറി കണ്ടെത്തൽ. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഉപദേശകനായി ഡോക്ടർ ടി.എം. തോമസ് ഐസക്കിനെ നിയമിച്ചത് ഇല്ലാത്ത വകുപ്പിലാണെന്നാണ് അമിക്കസ് ക്യൂറി റിപ്പോർട്ട്. ഇല്ലാത്ത വകുപ്പിന്റെ പേരിൽ നിയമനം നൽകുകയും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെന്നുമാണ് റിപ്പോർട്ടിലുള്ളത്. അതായത് ഇല്ലാത്ത വകുപ്പിന്റെ പേരിൽ ക്യാബിനറ്റ് പദവിയും എക്സ് ഒഫീഷ്യോ സെക്രട്ടറി പദവിയും ഒരുമിച്ച് വഹിച്ചുവെന്നും കണ്ടെത്തിയിരിക്കുന്നു എന്നാണ്. അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ കെ.എം. എബ്രഹാമിനെതിരെ CBI അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടതിന് പിന്നാലെയാണ് കെ.എം. എബ്രഹാമിനും സർക്കാരിനും തിരിച്ചടിയാകുന്ന റിപ്പോർട്ട് പുറത്തുവരുന്നത്. സാമ്പത്തിക പ്രതിസന്ധി പറയുമ്പോൾ കോടികൾ ബാധ്യത വരുന്ന തീരുമാനങ്ങൾ സർക്കാർ എടുക്കുന്നതിലെ താൽപര്യം ചോദ്യം ചെയ്യപ്പെടുകയാണ്. വർഷാവസാനം 10% ശമ്പള വർധന ഉറപ്പാക്കും വിധത്തിൽ അസാധാരണ ഉത്തരവിലൂടെ കിഫ്ബി CEO ശമ്പളവും ചീഫ് സെക്രട്ടറി പെൻഷനും വാങ്ങുന്ന ഉദ്യോഗസ്ഥരാണ് ഇദ്ദേഹം. ക്യാബിനറ്റ് പദവിയോടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന കെ.എം. എബ്രഹാമും സർക്കാരും പ്രതിക്കൂട്ടിലോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ കോൺഗ്രസ് സഹയാത്രികൻ N. ശ്രീകുമാർ, റെജി ലൂക്കോസ് ഇടത് സഹയാത്രികൻ, അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു BJP, A. സജീവൻ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണുള്ളത്. ആദ്യം ഞാൻ റെജി ലൂക്കോസിലേക്ക് പോകുന്നു. ശ്രീ റെജി ലൂക്കോസ്, ഇന്ന് അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിനെ അത് സർക്കാരിനും കെ.എം. എബ്രഹാമിനുമുള്ള തിരിച്ചടിയായി താങ്കളും കാണുന്നുണ്ടോ? അല്ല, ബഹുമാനപ്പെട്ട കെ.എം. എബ്രഹാമിനെതിരെ കേരള ഹൈക്കോടതിയിൽ CBI അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. CBI അത് ഏറ്റെടുത്ത് അന്വേഷണം തുടങ്ങിയതായിട്ടാണ് നമുക്ക് വിവരം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും നിയമത്തിന്റെ വഴിയെ സഞ്ചരിക്കട്ടെ. അദ്ദേഹത്തിന് കോടതിയിൽ അദ്ദേഹത്തിന് സത്യാവസ്ഥകൾ ബോധ്യപ്പെടുത്തി ഒരു ബാക്ക്ഗ്രൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തിരിച്ചു വരാനുള്ള എല്ലാ സാഹചര്യമുണ്ട്. അദ്ദേഹത്തിന് നിരപരാധിത്വം തെളിയിക്കാൻ പറ്റും. തന്നെയുമല്ല ഒരാളുടെ ഒരു ആരോപണം അല്ലെങ്കിൽ അന്വേഷണം പ്രഖ്യാപിച്ച ഉടനെ തന്നെ അദ്ദേഹത്തിന് ഒരു കുറ്റവാളിയായിട്ട് കാണാൻ പറ്റത്തില്ല. അപ്പോൾ നിരവധി ഉദാഹരണങ്ങൾ കേരളത്തിൽ പല ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചുകൂടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു വിധികൽപ്പനത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് അന്വേഷണ ഏജൻസി കുറ്റം കണ്ടുപിടിച്ച് കോടതി തീർപ്പുണ്ടാക്കട്ടെ. പക്ഷേ ഇവിടെ തോമസ് ഐസക് സാറിനെ സംബന്ധിച്ചോളം വ്യത്യസ്തമായ ഒരു ചിത്രമാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. അമിക്കസ് ക്യൂറിയെ സംബന്ധിച്ചോളം ഇതിനു മുമ്പ് ഇതുപോലെ വിവാദപരമായിട്ടുള്ള പല ഉത്തരവുകളും നൽകിയിട്ടുണ്ട്. അതിനൊക്കെ ഗവൺമെന്റ് അതിൻ്റെതായ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്ത് അത് സത്യാവസ്ഥകൾ ബോധ്യപ്പെടുത്തി ജനങ്ങളെ ബോധ്യപ്പെടുത്തി മുമ്പോട്ട് പോയ ചരിത്രങ്ങൾ ഈ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിന്റെ കാലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രി ഉചിതമായ തീരുമാനമെടുക്കും. ബഹുമാനപ്പെട്ട P. രാജീവ് നിയമമന്ത്രി അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് ഉചിതമായ തീരുമാനങ്ങൾ കൃത്യമായ സമയത്ത് സർക്കാർ എടുക്കും. ഇതുപോലുള്ള ചുമതലപ്പെടുത്തുന്നത് ഹൈക്കോടതി അങ്ങനെ ചുമതലപ്പെടുത്താൻ കാരണം നേരത്തെ തന്നെ ഒരു പരാതിക്കാരൻ വരുന്നു. ആ പരാതിക്കാരൻ സ്ഥിരം ഒരു പരാതിക്കാരനായതുകൊണ്ട് ആ പരാതിക്കാരനുമായി ബന്ധപ്പെട്ട് കൂടി കോടതി ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. അപ്പോൾ ആ പരാതിക്കാരൻ്റെ വാദങ്ങൾ അവിടെ നിൽക്കട്ടെ, അമിക്കസ് ക്യൂറി അന്വേഷിക്കട്ടെ എന്ന് കോടതി തീരുമാനിക്കുകയാണ്. അങ്ങനെ അമിക്കസ് ക്യൂറി കൊടുത്ത റിപ്പോർട്ടാണ് കെ.എം. എബ്രഹാമിൻ്റെ അധികാരമില്ലാത്ത കാര്യങ്ങൾ അദ്ദേഹം അനധികൃതമായി ചെയ്തിരിക്കുന്നുവെന്ന്. ഇല്ലാത്ത വകുപ്പിലാണ് തോമസ് ഐസക്കിന് നിയമനം നൽകിയത് എന്നത് ഗുരുതരമായ പരാമർശമായി കാണുന്നില്ല എന്നാണോ? അല്ല, അത് ഗവൺമെന്റ് റെക്ടിഫൈ ചെയ്ത് ആവശ്യമായ നടപടികൾ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണല്ലോ അമിക്കസ് ക്യൂറിനെ വെച്ചിരിക്കുന്നത്. അത് വളരെ നമ്മുടെ മുമ്പിലുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ചിത്രമാണത്. സർക്കാർ ഉചിതമായ തീരുമാനമെടുക്കും. സർക്കാരിനെ സംബന്ധിച്ചോളം വളരെ കൃത്യമാണ് നിലപാടുകൾ. ഇപ്പം കെ.എം. എബ്രഹാമിനെ സംബന്ധിച്ചോളം നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്താ? അദ്ദേഹത്തിന് ഹൈക്കോടതിയാണ് CBIയിലേക്ക് കേസ് റെഫർ ചെയ്തിരിക്കുന്നത്. CBI അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട്. ഒരു സ്വകാര്യ വ്യക്തിയെ ഉന്നയിച്ചിരിക്കുന്ന ഒരു അന്യായത്തിന്റെ പേരിലാണ് അല്ലെങ്കിൽ പരാതിയുടെ പേരിലാണ് കോടതി നടപടി സ്വീകരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും കെ.എം. എബ്രഹാമിന് തന്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരമാണത്. അത് അദ്ദേഹം തെളിയിച്ചേ പറ്റുള്ളൂ. കോടതിയുടെ ഉത്തരവിനെ ശിരസ വഹിച്ചേ പറ്റുള്ളൂ. രണ്ട് കാര്യങ്ങളാണ്. അഴിമതി ആരോപണത്തിലുള്ള CBI അന്വേഷണം, ഇതിപ്പോൾ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചു എന്നുള്ള രണ്ടാമത്തെ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട്. രണ്ട് വിഷയങ്ങളാണ്. രണ്ടും തുടരെ വരുന്നു എന്നുള്ളതാണ്. അല്ല, തീർച്ചയായിട്ടും അത് രണ്ട് വിഷയം. ഒരു യാതൊരു സംശയം. അതാണല്ലോ തോമസ് ഐസക് സാറിന്റെ കാര്യത്തിൽ ഞാൻ ആ നിലപാടെടുത്ത് സംസാരിച്ചത്. അത് സർക്കാർ ഉചിതമായ തീരുമാനമെടുക്കും. ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. സർക്കാർ ഉചിതമായ സമയത്ത് തീരുമാനം എടുത്തിരിക്കും. തോമസ് ഐസക് സാറിനെ സംബന്ധിച്ചോളം വളരെ കൃത്യമായ ഒരു നിലപാടാണ് നമുക്ക് പറയാനുള്ളത്. തോമസ് ഐസക് സാറിന്റെ ഇന്നലകളെക്കുറിച്ചും അദ്ദേഹത്തിന് ഇപ്പോൾ നിങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ ഈ അമിക്കസ് ക്യൂറി കണ്ടെത്തിയിരിക്കുന്നത് അനധികൃതമായിട്ടുള്ള നിയമനം എന്നാണ് പറയുന്നത്. അങ്ങനെ അനധികൃതമായിട്ടുള്ള നിയമനമാണെന്നുണ്ടെങ്കിൽ അത് കോടതിയിൽ അവർ റിപ്പോർട്ട് സമർപ്പിക്കട്ടെ. അപ്പോൾ സർക്കാർ അതിനനുസരിച്ചുള്ള റിപ്പോർട്ട് സർക്കാരിന്റെ ഭാഗം കോടതിയിൽ പറയും. ബഹുമാനപ്പെട്ട
മന്ത്രി പി രാജീവ് പറഞ്ഞ പോലെ തന്നെ താങ്കൾ പറഞ്ഞു വരുന്നത് നടപടിക്രമമാണ്. സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തേ മതിയാകൂ, സർക്കാരിന് വിശദീകരണം കൊടുത്തേ മതിയാകൂ. ആ നടപടിക്രമം ഇപ്പോൾ താങ്കൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ചോദിക്കുന്നത് ഈ പറഞ്ഞ പരാമർശങ്ങളെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത് എന്നുള്ളതാണ്. ഇല്ലാത്ത വകുപ്പിൽ നിയമനം നൽകുന്നു, അതിൽ 1.5 ലക്ഷത്തോളം ശമ്പളം അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ടെന്നാണ് കരുതുന്നത്. ഈ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉള്ള ഘട്ടത്തിൽ അത് ഏത് കാര്യങ്ങൾ പറയുമ്പോഴും അല്ലെങ്കിൽ ആരെങ്കിലും സമരം ചെയ്യുമ്പോഴും ഈ സാമ്പത്തിക പ്രതിസന്ധി പറയുകയും ഈ തരത്തിൽ ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും ചെയ്യുന്ന സംവിധാനവുമായി ബന്ധപ്പെട്ട ചോദ്യം കൂടിയാണ് ഉയരുന്നത്. ഇല്ലാത്ത വകുപ്പിൽ നിയമനം, എക്സ് ഒഫിഷ്യോ സ്ഥാനത്തിരുന്ന് നൽകിയ എല്ലാ ഉത്തരവുകളും നിയമവിരുദ്ധം. അതായത് KM എബ്രഹാം നൽകുന്ന ഒരു ഉത്തരവും സാധുവല്ല. അദ്ദേഹത്തിന് ഒരു ഉത്തരവും ഇടാനോ ഒരു ഉത്തരവിലും ഒപ്പിടാനോ അധികാരമില്ല എന്ന് കൂടിയാണ് കോടതി പറയുന്നത്. അല്ല, അതിന് വളരെ വ്യക്തമായിട്ടുള്ള മറുപടിയുണ്ട്. റിട്ടയർ ആയിട്ടുള്ള കഴിവുറ്റ ഉദ്യോഗസ്ഥരെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളൊക്കെ അവരുടെ സേവനങ്ങൾ വീണ്ടും ആ സേവനങ്ങൾ സർക്കാരിന് വേണ്ടി വിനിയോഗിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കാറുണ്ട്. ഉദാഹരണത്തിന് അമിതാഭ് കാന്ത് എന്ന് പറയുന്ന കേന്ദ്രത്തിന്റെ ഇപ്പോഴും കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന, അതിനുപരിയായിട്ട് അതിനു മുമ്പ് കേരള കേഡറിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന, രാജ്യത്തിന് തന്നെ അഭിമാനമായിട്ടുള്ള അന്തർദേശീയ തലങ്ങളിൽ പോലും ഈ രാജ്യത്തിന്റെ പല കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന, നമ്മുടെ G20 ഇന്ത്യയിൽ കൊമരോത്ത് നടന്നപ്പോൾ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം ഉണ്ടായത് അമിതാഭ് കാന്തിനെ പോലുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ അവരുടെ കഴിവുകളെ 55-60 വയസ്സുകളിൽ അവർ പെൻഷൻ പറ്റിയതിനു ശേഷം വീട്ടിലിരിക്കാൻ അനുവദിക്കാറുണ്ട്. അവരുടെ കഴിവുകൾ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടും സംസ്ഥാനത്തിന് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന ഒരു പാരമ്പര്യമുണ്ട്. അതുകൊണ്ട് ഇല്ലാത്ത തസ്തിക എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പല തസ്തികകളും ഉണ്ടാക്കി നിയമിക്കും. തോമസ് ഐസക് സാറിനെ സംബന്ധിച്ചോളം ഇപ്പം അമിക്കസ് ക്യൂറി കണ്ടെത്തിയതിനെക്കുറിച്ച് ഞാൻ തർക്കിക്കാനാണല്ല, അത് കോടതി മുമ്പിലേക്ക് വരേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഡോക്ടർ തോമസ് ഐസക് സാറിനെ സംബന്ധിച്ചോളം കേരളത്തിന്റെ അസറ്റാണ് അദ്ദേഹം. 2 തവണ ധനകാര്യമന്ത്രിയായപ്പോൾ കിഫ്ബി എന്ന് പറയുന്ന ഒരു മാന്ത്രിക ധനകാര്യ സ്രോതസ്സിനെ കൊണ്ട് കേരളത്തിന് നൽകിയ വികസന പ്രവർത്തനങ്ങൾ, റോഡ് നിർമ്മാണത്തിലായാലും സ്കൂളുകളുടെ നിർമ്മാണത്തിലായാലും ആശുപത്രി നിർമ്മാണത്തിലായാലും കേരളത്തിന്റെ സമഗ്ര വികസനം സംഭാവന ചെയ്ത ദീക്ഷണാശാലിയായ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. കേന്ദ്ര സർക്കാർ പോലും അദ്ദേഹത്തിന് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അരുൺ ജെയ്റ്റ്ലി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മോടൊപ്പം ഇല്ലാത്ത മുൻ കേന്ദ്ര ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി ബഹുമാനപ്പെട്ട തോമസ് ഐസക് സാറിനെ കുറിച്ച് പറഞ്ഞ പാർലമെന്റിൽ പറഞ്ഞ കാര്യങ്ങൾ വളരെ നമ്മുടെയൊക്കെ മുമ്പിലുള്ള റെക്കോർഡറായിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ തോമസ് ഐസക് സാറിന്റെ ഒരു കഴിവ് ഈ സംസ്ഥാനത്തിന് വേണ്ടി വിനിയോഗിക്കാനായിട്ട് സംസ്ഥാന സർക്കാർ ഇല്ലാത്ത തസ്തിക ഉണ്ടാക്കിയോ എന്നുള്ളതാണല്ലോ ഇപ്പോൾ നിങ്ങളുടെ ചോദ്യം എന്ന് പറയണേ. ഇല്ലാത്ത തസ്തികകൾ ഉണ്ടാക്കി തന്നെ നിയമിക്കാറുണ്ട് ഇവിടെ എത്രയോ ആളുകളുടെ. ഞാനിപ്പോൾ തന്നെ പല ഉദാഹരണങ്ങളോടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം പല കാര്യങ്ങൾ. ഇവിടെ നോർക്ക എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. നോർക്ക വന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായി? നോർക്ക എന്ന് പറയുന്ന അന്ന് നോർക്ക സ്ഥാപിച്ചപ്പോൾ ഇവിടെ ഇതുപോലത്തെ വിവാദങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷെ അത് കേരളത്തിന് നൽകിയ സംഭാവന എത്ര വലുതാ. നോർക്ക റൂട്ട്സിലൂടെ വിദേശത്തേക്ക് ആളുകളെ കയറ്റി അയക്കുകയും അതുപോലെ തന്നെ വിദേശത്തു നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കുകയും കേരളത്തിന്റെ വിദേശ മലയാളികളുമായിട്ട് ഏറ്റവും ഇഴവർഗി നിൽക്കുന്ന ഇത്തരം സംവിധാനങ്ങളൊക്കെ തുടക്കം കുറിച്ചപ്പോൾ അന്നൊക്കെ ഇത്തരം വിവാദങ്ങൾ വന്നിരിക്കുന്നു. അത് കോടതിയെ ബോധ്യപ്പെടുത്തും സംസ്ഥാന സർക്കാർ, ഒരു തർക്കമല്ല കാര്യത്തിൽ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും സർക്കാർ എടുക്കുന്ന നടപടികൾ അനധികൃതമാണെന്ന് തോമസ് അദ്ദേഹത്തിന് റീഹാബിലിറ്റേഷൻ ആവശ്യമുണ്ടോ? KM എബ്രഹാമിനെതിരെ അഴിമതി ആരോപണം വന്ന ഘട്ടത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തി. ആ വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് കോടതി ഗുരുതരമായ പരാമർശങ്ങളാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ തന്നെ കീഴിൽ വരുന്ന വകുപ്പിൽ വിജിലൻസ് വരുന്നു. മുഖ്യമന്ത്രിയുടെ തന്നെ പ്രിൻസിപ്പൽ ചീഫ് സെക്രട്ടറിയായി ഇദ്ദേഹം പ്രവർത്തിക്കുന്നു. എന്നിട്ട് വിജിലൻസ് അന്വേഷിക്കുന്നു. ആ അന്വേഷണത്തിൽ തന്നെ സംശയമുണ്ടെന്ന് കോടതി പറഞ്ഞിട്ടാണ് CBIക്ക് വിട്ടത്. തീർച്ചയായിട്ടും അത് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. തോമസ് ഐസക് സാറിനെ സംബന്ധിച്ചോളമുള്ള വിശദീകരണത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. നിശ്ചയമായിട്ടും KM എബ്രഹാമിനെ സംബന്ധിച്ചോളം കോടതി CBIയിലേക്ക് ഈ അന്വേഷണം ഏൽപ്പിച്ചപ്പോൾ തന്നെ കോടതിയുടെ വിധിയെ നമുക്കാർക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അദ്ദേഹത്തിന് തരത്തിന് നിരപരാധി തെളിയിക്കാനുള്ള അവസരമാണ് മുമ്പ് വന്നിരിക്കുന്നത്. ഇവിടെ ഇതിനു മുമ്പ് ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി ഇതുപോലെ തന്നെ അകാരണമായിട്ട് അറസ്റ്റ് ചെയ്യുകയും ഏതാണ്ട് 1 വർഷക്കാലത്തോളം ജയിലിലടക്കുകയും ചെയ്ത സംഭവമുണ്ട്. ശിവശങ്കർ, അദ്ദേഹത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തു, ജയിലിലിട്ട്. ഈ നിമിഷം വരെ അദ്ദേഹത്തിനെതിരെ ഒരു കുറ്റപത്രം ഫലപ്രദമായ രീതിയിൽ മനുഷ്യർക്കും കോടതിക്കും വ്യക്തമായ രീതിയിൽ ഒരു കുറ്റപത്രം സമർപ്പിക്കാനായിട്ട് EDക്കോ ഈ പറയുന്ന അന്വേഷണ ഏജൻസിക്കോ സാധിച്ചിട്ടില്ല. 3 തവണ അവരുടെ കുറ്റപത്രം ബഹുമാനപ്പെട്ട കോടതി തള്ളിക്കളഞ്ഞു. അതുപോലെ തന്നെ KM എബ്രഹാമിന്റെ പേരിൽ വിജിലൻസ് അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുത്ത കോടതിക്ക് സംശയമുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസി, കാര്യം കേന്ദ്ര സർക്കാരിന്റെ കയ്യിലെ ഒരു പാവയാണെങ്കിലും അതിന് വിശ്വസ്തത 100 കണക്കിന് പ്രാവശ്യം സുപ്രീം കോടതി വരെ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിലും അവരന്വേഷിച്ചിട്ട് കണ്ടെത്തട്ടെ. ആ അന്വേഷണത്തിന് വഴങ്ങട്ടെ KM എബ്രഹാം. അദ്ദേഹത്തിന്റെ വസ്തുതകൾ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അവിടെ നിരത്തട്ടെ. അതിനെ സർക്കാരുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. പിന്നെ KM എബ്രഹാമിനെ ഒരു ഉദ്യോഗസ്ഥരെ കിഫ്ബിയുടെ തലപ്പത്ത് കൊണ്ടുവരികയും അദ്ദേഹത്തിനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായും സർക്കാർ വെച്ചിരിക്കുന്ന അദ്ദേഹത്തിന് കഴിവ് കാണിച്ചിട്ടാണ്. ശരി, കഴിവുകൊണ്ടാണ് നിയമിച്ചത്. താങ്കൾ ആവർത്തിക്കുകയാണ്. ഞാൻ ഇന്ന് ശ്രീകുമാറിലേക്ക് പോകുന്നു. ശ്രീകുമാർ, ഇപ്പോൾ
കഴിവ് കണ്ടിട്ടാണ് KM എബ്രഹാമിനെ നിയമിച്ചത്. കാരണം KM എബ്രഹാമിൻ്റെ കഴിവ് എല്ലാ കാലത്തെ സർക്കാരുകളും കണ്ടിട്ടുള്ളതാണ്. എല്ലാവർക്കും സ്വീകാര്യനായ ഒരു ഉദ്യോഗസ്ഥനുമായിരുന്നു. അദ്ദേഹം മിടുക്കനായ ഉദ്യോഗസ്ഥനാണ്. അക്കാഡമിക് യോഗ്യതയുണ്ട്. ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റാണ്. ലൈസൻസ്ഡ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ അനലിസ്റ്റ് സർട്ടിഫിക്കേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സർക്കാരിൻ്റെ സാമ്പത്തിക മേഖലകളിൽ ഉയർന്ന പദവികൾ ലഭിക്കാൻ പല ഘട്ടങ്ങളിൽ അത് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം കിഫ്ബിയുടെ CEO ആകുന്നു. 2007 ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വിരമിക്കുന്നു. ആ വിരമിക്കുന്നതിന് മുമ്പ് തന്നെ കിഫ്ബിയുടെ CEO ആയിട്ടുള്ള ഒപ്പ് ഇടുന്നു. അതോടൊപ്പം തന്നെ വർഷാവസാനം 10% ശമ്പള വർധന എന്ന നിബന്ധന അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. അത് പ്രകാരം തന്നെ സർവീസ് ഒരു അസാധാരണ ഉത്തരവ് സർക്കാർ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കിഫ്ബി CEO എന്ന നിലയിലുള്ള ശമ്പളവും ചീഫ് സെക്രട്ടറി പെൻഷനും ഒരുമിച്ച് അദ്ദേഹം വാങ്ങുന്നു. രണ്ടാം പിണറായി സർക്കാർ ആകുമ്പോഴേക്കും ക്യാബിനറ്റ് പദവിയോടെ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമാകുന്നു. അപ്പോൾ അത്രത്തോളം യോഗ്യനായ ഉദ്യോഗസ്ഥൻ. അദ്ദേഹം വിരമിക്കാനേ പാടില്ല. ആ വിരമിച്ചു കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ സേവനം വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ തക്ക പാകത്തിൽ അദ്ദേഹം അത്രയും കഴിവുറ്റ ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെതിരെയാണ് ഈ ആരോപണം വരുന്നത്. അതിൽ ഗൂഢാലോചനയുണ്ടെന്ന് KM എബ്രഹാം പറയുന്നു. സർക്കാരും അങ്ങനെ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ട് അറിയാമല്ലോ, അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട്. ഇല്ലാത്ത വകുപ്പിൽ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് തോമസ് ഐസക്കിന് നിയമനം നൽകി. തോമസ് ഐസക്കിന് നിയമനം മാത്രമല്ല, ഒരു നിയമനത്തിനും അദ്ദേഹത്തിന് അധികാരമില്ല എന്നാണ് അമിക്കസ് ക്യൂറിയുടെ കണ്ടെത്തൽ. എങ്ങനെ പ്രതികരിക്കുന്നു? സ്മൃതി, നമ്മളിതില് വിഷയമായിട്ട് എടുത്തിരിക്കുന്നത് KM എബ്രഹാമാണ്. KM എബ്രഹാം എന്ന വ്യക്തിയിലേക്ക് ഒതുങ്ങുന്നതാണോ ഈ വിഷയം? അതായത് ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ് LDFന്റെ പ്രകടന പത്രിക പുറത്തിറക്കുന്ന സമയത്ത് അവർ പത്രങ്ങളിൽ നൽകിയ പരസ്യത്തിലെ ഒരു ദിവസത്തെ പരസ്യത്തിന്റെ പേര് അഴിമതിക്കെതിരെ ഒരു വോട്ട് എന്നായിരുന്നു. അഴിമതിക്കെതിരെ ഒരു വോട്ട്. അവർ ജയിച്ചു. 2016 അധികാരത്തിൽ വന്നു. 2021 തെരഞ്ഞെടുപ്പില് ഇതുപോലെ പത്രങ്ങളിൽ പരസ്യം കൊടുത്തു. അതില് അവർ ഒരു പരസ്യം ഒഴിവാക്കി. ആ ഒഴിവാക്കിയ പരസ്യം അഴിമതിക്കെതിരെ ഒരു വോട്ട് എന്നതായിരുന്നു. എന്തുകൊണ്ടാണ് അഴിമതിക്കെതിരെ ഒരു വോട്ട് ഞങ്ങൾക്ക് തരണം എന്ന് LDF നേതൃത്വം 2021 പറയാതിരുന്നത്? അതിന്റെ അർത്ഥം അവരെ സംബന്ധിച്ചിടത്തോളം അഴിമതി എന്നുള്ളത് അവർക്ക് ചേർന്ന് പോകുന്ന ഒന്നാണ് എന്ന് തോന്നിയത് കൊണ്ടായിരിക്കും. കാരണം ഒന്നാം പിണറായി ഗവൺമെന്റ് കാലത്ത് സ്പ്രിംഗ്ലർ വിഷയങ്ങളൊക്കെ അറിയാൻ ചർച്ച കൂടുതൽ നീട്ടുന്നില്ല. ഇവിടെ KM എബ്രഹാമിനെ കുറിച്ച് CBI അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടത് ആരാണ്? കോടതിയാണ്. സാധാരണഗതിയിൽ കോടതിയിലെ CBI അന്വേഷിക്കണം എന്ന് പറഞ്ഞ് ആരെങ്കിലും ഹർജി കൊടുത്താൽ ഭൂരിഭാഗം ഹർജിയും കോടതി അങ്ങനെ പരിഗണിക്കാറില്ല. അപ്പൊ കോടതി ഇത് പരിഗണിച്ചത് എന്തുകൊണ്ടായിരിക്കും? കേസിന്റെ ഗൗരവം കൊണ്ട്. കേസിന്റെ ഗൗരവം ഉള്ള സമയത്ത് ഗവൺമെന്റാണ് മറുപടി പറയേണ്ടത്. ആദ്യം മുഖ്യമന്ത്രിയാണ് ആദ്യം ഇതിന് മറുപടി പറയേണ്ടത്. കാരണം എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഉന്നതനായ ഉദ്യോഗസ്ഥനെതിരെ കോടതി CBI അന്വേഷിക്കാൻ ഉത്തരവിട്ടത് എന്തിനാണ് എന്ന ഒരു ചോദ്യത്തിന് മുഖ്യമന്ത്രിയാണ് ഉത്തരം പറയേണ്ടത്. കാരണം മുഖ്യമന്ത്രിയുടെ താല്പര്യപ്രകാരം അല്ലെങ്കിൽ തോമസ് ഐസക്കിന്റെ താല്പര്യപ്രകാരം CPMന്റെ ഒരു നയത്തിന്റെ ഭാഗമായിട്ടാണോ വിരമിച്ച ഉദ്യോഗസ്ഥരെ പ്രധാന പദവികളിൽ നിയമിച്ചത്? പിൻവാതിൽ നിയമനം എന്ന് നമ്മൾ പറഞ്ഞ് പരിഹസിക്കാറുണ്ട്. ചില ഉന്നത നിയമനങ്ങളും ആ ഗണത്തിൽ വരും. ഇപ്പോ മിക്കവാറും എല്ലാ IAS IPS ഉദ്യോഗസ്ഥരും പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് വീണ്ടും നിയമനം നേടിയിട്ടുണ്ട്. മിക്കവാറും എല്ലാവരും നേടിയിട്ടുണ്ട്. IPSകാർ നേടിയിട്ടുണ്ട്. ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് രമൺ ശ്രീവാസ്തവയെ പോലീസിന്റെ ഉപദേശകനായിട്ട് വെച്ചിരുന്നു. രണ്ടാം പിണറായി സർക്കാരിന് അതില്ല. അപ്പൊ അങ്ങനെ ഇന്നേ വരെ കേരളത്തിൽ കേട്ടിട്ടില്ല അങ്ങനെ ഒരു ഉപദേശക സ്ഥാനം. അപ്പൊ ഇവർക്ക് ഗവൺമെന്റിന് ചില സ്ഥാനത്ത് നിയമിക്കണമെന്ന് താല്പര്യമുണ്ട്. നിയമിച്ചോട്ടെ, വിരോധമില്ല. നേരത്തെ റെജി ലൂക്കോസ് പറഞ്ഞ് അങ്ങനെ നിയമിക്കാറുണ്ടെന്നാണ്. അങ്ങനെ നിയമിക്കാറുണ്ടോ എന്നുള്ളത് ചരിത്രം പരിശോധിക്കണം. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് എത്ര പേരെ നിയമിച്ചു എന്നുകൂടി നോക്കണം. പിണറായി ഗവൺമെന്റ് കാലത്ത് മുഖ്യമന്ത്രിയുടെ പത്രോപദേശക സമിതിയിൽ എത്ര പേരുണ്ട്? ഒരു പ്രസ് സെക്രട്ടറി മാത്രം ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോൾ എത്ര പത്ര ഉപദേശകന്മാരുണ്ട്? എന്തിനാണ് ഇവരെയൊക്കെ നിയമിച്ചത്? ആരൊക്കെയാണ് അവര്? ഇതൊക്കെ അന്വേഷിക്കുമ്പോൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പൊ KM എബ്രഹാമിനെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നത് KM എബ്രഹാമിനെതിരെ ജോമോൻ പുത്തമ്പുരയ്ക്കൽ നൽകിയ ഒരു ഹർജി, ഒരു പരാതി. ഈ പരാതിയെ കുറിച്ച് കോടതി പറഞ്ഞത് CBI അന്വേഷിക്കണം. അതിന്റെ അർത്ഥം എന്താണ്? സംസ്ഥാന ഗവൺമെന്റിൽ കോടതിക്കും വിശ്വാസം ഇല്ലാന്നല്ലേ? കാരണം
വിജിലൻസ് ഈ കേസ് അന്വേഷിച്ചു. ഈ ഗവൺമെന്റ് കാലത്ത് വിജിലൻസ് അന്വേഷിച്ച ഏതെങ്കിലും കേസ് ക്ലീൻ ചിറ്റ് എന്ന പദത്തിലല്ലാതെ നമ്മൾ കേട്ടിട്ടുണ്ടോ? ADGPക്ക് ക്ലീൻ ചിറ്റ്, ഉന്നത സെക്രട്ടറിമാർക്ക് ക്ലീൻ ചിറ്റ്, ആർക്കും ക്ലീൻ ചിറ്റ് കൊടുത്തിട്ടുണ്ട് വിജിലൻസ്. അപ്പൊ വിജിലൻസ് അന്വേഷണം എന്ന് പറയുന്നത് ഇന്ന് ആർക്കും അത് എല്ലാവർക്കും അറിയാം. വിജിലൻസ് അന്വേഷണത്തെ പറയുമ്പോഴേ ആളുകൾ ചിരിക്കാൻ തുടങ്ങും. കാരണം അങ്ങനെയായി, അതിന്റെ ഗതി അങ്ങനെയായി. അപ്പൊ കോടതി വിജിലൻസ് അന്വേഷണത്തെ നിരാകരിച്ചുകൊണ്ട് ഈ വിഷയം CBIക്ക് വിടുമ്പോൾ അതിന് പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. എന്താ പാർട്ടിക്ക് ഉത്തരവാദിത്വം എന്ന് പറയുന്നത്? കിഫ്ബി എന്ന് പറയുന്നത് അവർ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ്. കിഫ്ബിയെ കുറിച്ച് പ്രതിപക്ഷം ഒരുപാട് കാര്യങ്ങൾ നിയമസഭയിൽ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ കിഫ്ബിയെ കുറിച്ച് ഒരുപാട് വിമർശനങ്ങളും കോടതിയിലെ ഇടപെടലും ഒക്കെ വരുമ്പോഴും അവർ ശക്തമായിട്ട് കിഫ്ബിക്കൊപ്പം നിൽക്കുന്നവരാണ്. ബജറ്റിന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് ഗവൺമെന്റ് ആദ്യം ഉത്തരം പറയണം. മുഖ്യമന്ത്രി ഇതുവരെ മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് ഈ വിഷയത്തില്. അപ്പൊ KM എബ്രഹാം ഒറ്റയ്ക്ക് ഈ കേസ് നേരിടണോ? അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യത്തിന് വേണ്ടിയാണോ അദ്ദേഹം ഈ കേസ് ഈ പ്രശ്നത്തിൽ ഇടപെട്ടത്? അങ്ങനെയാണെങ്കിൽ KM എബ്രഹാമിന്റെ വ്യക്തിയാണോ ഈ കേസിനെ നേരിടേണ്ടത്? അതൊരു ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നിയമിക്കപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്കാണോ? ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നിയമിക്കപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്കാണ് അദ്ദേഹം ഈ ആരോപണത്തെ നേരിടുന്നതെങ്കിൽ, അദ്ദേഹം കോടതി നടപടികളിലേക്ക് പോകുന്നതെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഗവൺമെന്റിനുണ്ട്. കാരണം ഇപ്പൊ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്ന സമയത്ത്, കോൺഗ്രസ് പ്രവർത്തകർ കൊല ചെയ്യപ്പെട്ട സമയത്ത്, പാർട്ടി പ്രവർത്തകർ അതിൽ ഉൾപ്പെട്ട ഒരു സന്ദർഭത്തിൽ അവർക്കെതിരെ കേസ് വാദിക്കാൻ ഗവൺമെന്റാണ് സുപ്രീം കോടതി വരെ പോയത്, ഒരുപാട് പണം ചെലവാക്കിയത്. ആ ഒരു ഘട്ടത്തില് ഈ വിഷയത്തിലും ഗവൺമെന്റ് ഇടപെടണ്ടേ? ഗവൺമെന്റ് ഇടപെട്ടില്ല. അതല്ല, വ്യക്തിപരമായിട്ട് നീങ്ങിക്കോ, അദ്ദേഹത്തിന്റെ കാര്യം അദ്ദേഹം നോക്കിക്കോ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം വിരമിച്ചതിന് ശേഷം നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. അമിക്കസ് ക്യൂറി ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് നിസ്സാരമായിട്ട് കാണാൻ പറ്റുമോ? ഇപ്പൊ നമ്മുടെ ശ്രീ രജി ലൂക്കോസ് ആ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഭാഷയിൽ ചില വ്യത്യാസങ്ങളുണ്ട്. കാരണം അങ്ങനെ ന്യായീകരിക്കാൻ പറ്റില്ല ശ്രീമതി സ്മൃതി ആർക്കും. കാരണം അങ്ങനെ ന്യായീകരിക്കാൻ പറ്റാവുന്ന ഒരു വിഷയമാണെങ്കിൽ, അല്ല, അങ്ങനെ ന്യായീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ സർക്കാരിന് കുഴപ്പമാണ്. കാരണം ഈ നിയമനം പോലും KM എബ്രഹാമിന് ഒരു അധികാരവുമില്ല എന്നാണ് പറയുന്നത്. ഒരു നിയമനവും നടത്താൻ അധികാരമില്ല, ഒരു ഉത്തരവിലും ഒപ്പിടാൻ അധികാരമില്ല എന്നാണ് പറയുന്നത്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഒരു പദവിയിലേക്ക് ഒരാളെ നിയമിക്കുമ്പോൾ ഗവൺമെന്റിൽ ആരാണ് നിയമനം നടത്തുന്നത്? സാധാരണഗതിയിലെ മുൻ ഗവൺമെന്റിന്റെ കാലത്തൊക്കെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പാർട്ടിക്ക് തീരുമാനിക്കാം. പക്ഷെ ഒരു മുന്നണി ഗവൺമെന്റ് ആണെങ്കിൽ ആ മുന്നണി ഗവൺമെന്റ് കാര്യം തീരുമാനിക്കുമ്പോൾ അതിന് ചർച്ച നടത്താറുണ്ട്, ഉദ്യോഗസ്ഥ പ്രമുഖരുമായിട്ടെങ്കിലും. കാരണം അല്ലാതെ നിയമിക്കാറില്ല. ഇതിപ്പോ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇത് വിരമിച്ച എത്ര പേർക്ക് പുനർനിയമനം നൽകി? ഏത് വിഭാഗത്തിലുണ്ട്? ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഒരുപാട് പേര് നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. പല ആവശ്യമില്ലാത്ത പദവികളിൽ എത്ര ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൊടുത്ത് നിയമിച്ചിട്ടുണ്ട്. ഇത് പാർട്ടി നയമാണോ? മുന്നണി നയമല്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താ അറിയോ, CPI ചില ഘട്ടങ്ങളിൽ ഈ നിയമനത്തെ ഒന്നും അനുകൂലിച്ചിട്ടില്ലെന്ന് രഹസ്യമായിട്ട് അവർ പറയാറുണ്ട്, പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല, രഹസ്യമായിട്ട് പറയാന്ന് വെച്ചാൽ ഞാൻ ഒരു ഉദാഹരണം പറയാം. അതായത് CPI പരസ്യമായിട്ട് പറഞ്ഞ വിഷയത്തിൽ പോലും അവരവരുടെ അവസരവാദം കാണിച്ചിട്ടുണ്ട്. അത് കേരളീയ വിഷയത്തിൽ അവർ പറഞ്ഞു, ഞങ്ങൾക്കിതിന് ഇത് ഇടതുമുന്നണി നയമല്ല, പ്രകടന പത്രികയിൽ ഇല്ല, ഇടതുമുന്നണി ചർച്ച ചെയ്തിട്ടില്ല, CPMന്റെ തീരുമാനമാണ് എന്ന് പറഞ്ഞു. പക്ഷെ അത് അസംബ്ലിയിൽ ചർച്ച വന്നപ്പോഴേ സുപാൽ എന്ന MLA അതിന് നിയോഗിച്ചു CPI. അപ്പൊ അതത്രയുള്ള സ്മൃതി പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. പക്ഷേ ഞാൻ പറയുന്നത്, മുന്നണിക്കല്ലേ നാണക്കേട്? മുന്നണിക്ക് നാണക്കേട് ഉണ്ടാകുമ്പോൾ ഈ അവസാന വർഷത്തെ എത്ര കേസുകളാണ് ഈ ഗവൺമെന്റ് നേരിടുന്നത്? എല്ലാ അഴിമതി, എക്സാലോജി കേസ്, CMRL, ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ലോ, CMRലുമായി ബന്ധപ്പെട്ട പുതിയ മൊഴിയൊക്കെ അറിയാമല്ലോ. ഇതിനൊക്കെ ആരാ ഉത്തരം പറയേണ്ടത്? മുഖ്യമന്ത്രിയുടെ ഓഫീസ്. അപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉത്തരം പറയുമ്പോൾ അതിൽ ഒരു ഭാഗം ന്യായീകരിക്കേണ്ടതും ഒരു ഭാഗം ന്യായീകരിക്കാൻ നിർബന്ധിതരാകുന്നത് പാർട്ടിയാണ്. ഈ പാർട്ടി വല്ലാത്തൊരു ഗതികേടിൽ എത്തിയിരിക്കുകയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ KM എബ്രഹാമിന്റെ വിഷയത്തിൽ ആദ്യ അഭിപ്രായം പറയേണ്ടത്, ആദ്യ രംഗത്ത് വരേണ്ടത് പാർട്ടിയല്ല, തോമസ് ഐസക്കല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്, മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയാണ് ആരോപണം എന്നുള്ളതാണ്. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഇപ്പോൾ KM എബ്രഹാമുമായി ബന്ധപ്പെട്ട വിരമിച്ചൊരു ഉദ്യോഗസ്ഥനെ മറ്റൊരു സ്ഥാനത്ത് പ്രധാനപ്പെട്ട പൊസിഷനിൽ ഇരുത്താമോ എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെ ഇപ്പോൾ കേന്ദ്ര സർക്കാരും ഇഷ്ടംപോലെ IAS ഉദ്യോഗസ്ഥരെയൊക്കെ അങ്ങനെ നിയമിച്ചിട്ടുണ്ട്. അവരൊക്കെ തന്നെ വളരെ എഫിഷ്യൻ്റായി പ്രവർത്തിക്കുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് KM എബ്രഹാമിനെയും ഇടത് സർക്കാർ കാണുന്നത്. അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഒരു ചുമതല നൽകിയിരിക്കുന്നു, അത് അദ്ദേഹം വളരെ ഭംഗിയായി നിർവഹിക്കുന്നു എന്നുള്ളതാണ് അവരുടെ വിലയിരുത്തൽ. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന
ആരോപണങ്ങൾ അതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് KM എബ്രഹാം പറയുകയാണ്. ഇതിനെ BJP എങ്ങനെ കാണുന്നു? ഇന്നിപ്പോൾ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് ഒരു അധികാരവുമില്ല, അതായത് ഒരു ഉത്തരവിലും ഒപ്പിടാൻ അധികാരമില്ല KM എബ്രഹാമിന് എന്ന് കൂടിയാണ് പറയുന്നത്. അങ്ങനെ നിങ്ങൾ കേന്ദ്ര സർക്കാർ നിയമിക്കുന്ന റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥരുണ്ടല്ലോ, അവർക്കും ഇത്തരത്തിൽ ഉത്തരവിൽ ഒപ്പിടാൻ കഴിയില്ലേ? അങ്ങനെ ഒരു ചോദ്യം കൂടി വരുന്നുണ്ടല്ലോ. നിങ്ങൾക്കെതിരെയാണ് അത് തിരിച്ചു വയ്ക്കുന്നത്. അല്ല, അത് സ്വാഭാവികമായിട്ട് അവരെ എവിടേക്ക് വേണമെങ്കിൽ വെച്ചോട്ടെ, നമുക്കത് കുഴപ്പമില്ല. തിരിച്ചു വെക്കുകയോ BJPക്ക് നേരെ പറയുകയോ, ഇപ്പോൾ അങ്ങനെയാണല്ലോ ഒരു ട്രെൻഡ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്ത് പറഞ്ഞാലും അത് BJPക്ക് നേരെയാക്കാനുള്ളൊരു ശ്രമം നടത്തുക. BJP അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നതൊക്കെ പറഞ്ഞോട്ടെ, സ്വാഭാവികമായിട്ട് അവർക്ക് ഡിഫൻസ് വേണ്ടേ, അല്ലാതെ ഇപ്പം എന്ത് പറയുന്നതിനകത്ത്. ഞാൻ ചോദിക്കട്ടെ, അധികാരത്തിൻ്റെ ഇടനാഴിയിലെ അഴിമതിയുടെ പൂക്കൾ വിരിച്ച് നടന്നവനാണ് KM എബ്രഹാം. അത് ഇന്നെന്നലെയും തുടങ്ങിയതല്ല സാറുടെ തേരോട്ടം എന്ന് പറയപ്പെടുന്നത്. സാറിപ്പോൾ കണ്ടെത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങളും, അത് കൊല്ലത്തെ ബിൽഡിംഗ് ആയിക്കോട്ടെ, കോഴിക്കോട്ടത്തെ ബിൽഡിംഗ് ആയിക്കോട്ടെ, ബോംബെയിലെ ബിൽഡിംഗ് ആയിക്കോട്ടെ, ഇനി ഭാര്യയുടെ പേരിലുള്ള സ്വത്തായിക്കോട്ടെ, മക്കളുടെ പേരിലുള്ള സ്വത്തായിക്കോട്ടെ, കൈകാര്യം ചെയ്ത രീതി ആയിക്കോട്ടെ, ധനകാര്യ സെക്രട്ടറി ആയിരുന്ന സമയത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള IAS ഓഫീസർമാരുടെ വെട്ടലായിക്കോട്ടെ, തിരുത്തലായിക്കോട്ടെ, ഏത് കാര്യത്തിലാണെങ്കിലും KM എബ്രഹാം ബഹുമാനായിട്ടുള്ള റെജി ലൂക്കോസ് പറഞ്ഞ് കറക്റ്റാണ്. നല്ല കഴിവുള്ളവനാണ്. പക്ഷേ കഴിവ് നേരായ കാര്യത്തിലല്ല എന്ന് മാത്രം. തട്ടിപ്പും വെട്ടിപ്പും അതുപോലെ തന്നെ സുഖകരമായിട്ട് അവനവൻ്റെ സുഖലോലുപതയ്ക്ക് വേണ്ടി ഈ സമൂഹത്തിൻ്റെ കാശടിച്ചു മാറ്റുന്നതിനുള്ള നല്ല മിടുക്കനായ കഴിവാണ് ഈ പ്രാപ്തിയുള്ളവൻ എന്ന് നിങ്ങൾ വിളിക്കുന്ന KM എബ്രഹാമിന് ഉള്ളത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇന്ന് തിരിച്ചറിയുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ഈ തിരുവനന്തപുരം വിജിലൻസ് കോടതി കൃത്യമായിട്ട് ആദ്യം പറഞ്ഞതല്ലേ, ആ പറഞ്ഞ ഓർഡറും ആ കാര്യങ്ങളും ഒക്കെ കൊണ്ടുപോയി കൊടുത്ത സമയത്ത് ക്വിക്ക് വെരിഫിക്കേഷൻ ഇട്ട് അത് അവസാനിപ്പിച്ചത് ആരാണെന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അതിനെ ചുക്കാൻ പിടിച്ചത് ആരായിരുന്നു? ഇതേ KM എബ്രഹാം അല്ലേ. എന്തായിരുന്നു അന്ന് തീരുമാനിച്ചത്? അന്ന് കുറച്ച് IAS ഓഫീസർമാരെ കൂട്ടുപിടിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പോയി നേരിട്ട് ഇത് കൊടുത്ത് സകലവിധ തടസ്സങ്ങളും നടത്താൻ ശ്രമിച്ച് പഠിച്ച പണി 18 നോക്കി അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നോക്കി. പിന്നീടും കൺഫ്യൂഷൻ ഉണ്ടാകുന്നു, പിന്നീടും പ്രയാസം ഉണ്ടാകുന്നു. അദ്ദേഹത്തിൻ്റെ മുൻഗാമി ശിവശങ്കരൻ, അവിടെ ഉണ്ടായിരുന്ന രവീന്ദ്രൻ, ഇദ്ദേഹം, അങ്ങനെ ഒരു കൂട്ടം ആളുകളുടെ ഒരു ഗൂഢസംഘമായിട്ട്, ഒരു കൊള്ളസംഘമായിട്ട് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ആഫീസ് അധപതിച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ലേ. അതിന് മുടന്ത ന്യായങ്ങൾ പറഞ്ഞതിൽ എന്താണ് അർത്ഥമുള്ളത്? ഈ ഹൈക്കോടതി കൃത്യമായി കാര്യങ്ങൾ കണ്ടെത്തിയിട്ടില്ലേ? ഓരോ വരികളിലും കൃത്യമായി പറഞ്ഞിട്ടില്ലേ? പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് തന്നെയല്ലേ? ഇദ്ദേഹം എന്തുകൊണ്ടാണ് അപ്പീലിന് പോകാത്ത? അപ്പീലിന് പോകാൻ പറ്റില്ല വിഷയത്തിൽ. ആ വിഷയത്തിൽ അപ്പീലിന് പോയാൽ വീണ്ടും അടി കിട്ടുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് അത് ഗൂഢാലോചനയാണ്. എന്ത് ഗൂഢാലോചനയാണുള്ളത്? ഇദ്ദേഹം എങ്ങനെയാണെന്ന ചോദ്യം കൂടിയുണ്ട്. അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് പറയുന്ന മുൻ ഉദ്യോഗസ്ഥരുടെ ശബ്ദരേഖാ തെളിവുകൾ തൻ്റെ പക്കലുണ്ട് എന്നാണ് മുഖ്യമന്ത്രിയോട് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഓരോരുത്തരും സംസാരിച്ച സെക്കൻഡുകൾ അടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിച്ച് ആ 9 പേജ് കത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഫോൺ ചോർത്താമോ? അങ്ങനെ ഫോൺ ചോർത്താനുള്ള പ്രത്യേക അധികാരം അദ്ദേഹത്തിനുണ്ടോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. അധികാര ദുർവിനിയോഗം നടത്തി പരാതിക്കാരൻ്റെ അടക്കമുള്ള ഫോണുകൾ ചോർത്തിയെടുത്ത് വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷത്തോടു കൂടി പരാതിക്കാരനോട് കാണിച്ചിട്ടുള്ള നീതികേടുകളൊക്കെ അപ്പുറത്ത് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഗൂഢാലോചനയുണ്ട് എന്ന് പറയപ്പെടുന്ന വാക്ക് ആർക്ക് വേണമെങ്കിൽ പറയാം. ഇദ്ദേഹം ധനകാര്യ സെക്രട്ടറി ആയിരുന്ന സമയത്ത് വന്നിട്ടുള്ള കോഴ കേസ് ആയിക്കോട്ടെ, ബാർ കേസ് ആയിക്കോട്ടെ, അങ്ങനെ KM മാണി ധനകാര്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം ധനകാര്യ സെക്രട്ടറി എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആ സമയത്ത് മുതലുള്ള ഇദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തികളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, അത് കഴിഞ്ഞ് ഇടതുപക്ഷത്തിൻ്റെ കാലഘട്ടത്തിൽ വന്ന സമയത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ശിവശങ്കരൻ ഇദ്ദേഹത്തെ കൈകാര്യം ചെയ്ത് ഏൽപ്പിച്ചു കൊടുത്തു പോയ സമയത്തെ കാര്യങ്ങൾ, ശിവശങ്കരൻ്റെ പ്രവർത്തികൾ, ആ പ്രവർത്തനത്തിൻ്റെ പിൻഗാമിയായി ഇദ്ദേഹം വരുന്ന ശൈലികൾ, KM രവീന്ദ്രൻ ഒരാളുങ്കലിനെ സംരക്ഷണ വലയത്തിൽ തീർത്തുകൊടുത്ത് പ്രവർത്തനത്തിന് വേണ്ടി എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ അവിടെ നിൽക്കുന്നത് പോലെ തന്നെ ശിവശങ്കരൻ ചെയ്തു വെച്ചിട്ടുള്ള പ്രവർത്തികൾക്ക് സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി KM എബ്രഹാം നിന്ന പോലെ തന്നെ KM എബ്രഹാം അതിന് മുൻപ് ചെയ്തിട്ടുള്ള പ്രവർത്തികളെ സംരക്ഷിക്കുന്നതിനും അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ തടസ്സം നിൽക്കുന്നതിൽ കൃത്യമായിട്ട് ഓഫീസർമാരെ കൈകാര്യം ചെയ്ത് നടത്തിപ്പും അതുപോലെ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയും ആ പരാതിയുടെ തീരുമാനമുണ്ടാക്കിയതും 10 വർഷം മുന്നേ തിരുവനന്തപുരം വിജിലൻസ് കോടതി കൊണ്ടുവന്നതും അന്വേഷണത്തിൽ ഇദ്ദേഹത്തിന് തെളിവില്ല, പൂർണ്ണമായിട്ട് ഇദ്ദേഹത്തിന് സേവ് ചെയ്തുകൊണ്ടുള്ള സർക്കാർ തീരുമാനമെടുത്തതും അതിനുശേഷം വീണ്ടും കോടതിയിൽ പോയതും കോടതി അത് പഠിച്ചതും കോടതിയിൽ കൃത്യമായിട്ട് അതിൽ തെളിവുണ്ട് എന്നും അത് ശരിയല്ല എന്നും കൃത്യമായി അന്വേഷിക്കണമെന്ന് പറഞ്ഞതും അതിൽ വിജിലൻസ് കാണിച്ച നീതികേടും വിജിലൻസ് അതിനകത്ത് ഫയൽ കൈമാറാതിരുന്നതും പിന്നീട് FIR ഇടുമ്പോഴും ഇപ്പോഴും അദ്ദേഹം പറയുന്നത് ഗൂഢാലോചനയുണ്ട്. അദ്ദേഹത്തിൻ്റെ മടിയിൽ കനമില്ലെങ്കിൽ, അദ്ദേഹം അഴിമതി നടത്തിയിട്ടില്ലെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ജീവിതം അത് തുറന്ന പുസ്തകമാണ്, അദ്ദേഹത്തിൻ്റെ സർവീസ് ജീവിതമെങ്കിൽ അദ്ദേഹം എന്തിനു ഭയക്കണം?
അദ്ദേഹത്തിൻ്റെ പുറകെ ഗൂഢാലോചനയുണ്ട് എങ്കിൽ ആ ഗൂഢാലോചനത്തിന് മുൻപേയും അദ്ദേഹം തടസ്സഗതി കൊടുക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ലല്ലോ, അദ്ദേഹം തടസ്സപ്പെടുത്തേണ്ട കാര്യമുണ്ടായിരുന്നില്ലല്ലോ, അദ്ദേഹം കരയേണ്ട കാര്യമുണ്ടായിരുന്നില്ലല്ലോ. അദ്ദേഹത്തിന് അന്നേ പറയാമായിരുന്നില്ല. 10 വർഷം മുൻപോ 11 വർഷം 12 വർഷം മുൻപോ പറയാത്ത വ്യക്തി ഇന്ന് ഈ വിഷയം പറയുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് ആ സമയത്ത് അത് പറയാതെ ഇന്ന് പറയുമ്പോൾ ആ 10 വർഷത്തോളം അദ്ദേഹം അത് ഭയന്നിരുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇതിനകത്ത് ഒരു ഗൂഢാലോചനയുമില്ല. ഇതിനകത്ത് ഈ KM അബ്രഹാം എന്ന് പറയപ്പെടുന്ന വ്യക്തിക്ക് സകലവിധ സംരക്ഷണവും കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ്റെ ഓഫീസ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടി തന്നെയാണ്. അവിടെ നടക്കുന്ന ഒരു നെക്സസ് എന്ന് പറയപ്പെടുന്ന ഒരു പക്ഷേ കേരളം ഞെട്ടിത്തെറിക്കുന്ന സിറ്റുവേഷനാണ്. അത് ഉണ്ടാക്കി തീർക്കുന്ന ഒരു രീതി എന്ന് പറയപ്പെടുന്ന LDF സർക്കാരിന് ഒട്ടും ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന് പറയപ്പെടുന്നത് ലൂട്ടിംഗ് ഡെമോക്രാറ്റിക് ഫ്രണ്ടായി മാറുന്നു എന്നുള്ളത് റെജി ലൂക്കോസ് ഒന്ന് മനസ്സിലാക്കണം. താങ്കൾ ഇത്ര വലിയ വികസന നായകൻ എന്ന് പറയപ്പെടുന്ന ആൾ, അദ്ദേഹം വികസിപ്പിച്ചിട്ടുണ്ടെന്നേ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സമ്പാദ്യം, അദ്ദേഹത്തിൻ്റെ കുടുംബ സമ്പാദ്യമാണ് അദ്ദേഹം വികസിപ്പിച്ചത്. ബഹുമാനായിട്ടുള്ള റെജി ലൂക്കോസ്, നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കുക. ശരി, ശ്രീ എസ് സജീവിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ വന്നിരിക്കുന്ന ആരോപണങ്ങൾ, കോടതിയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന ഉത്തരവ്, അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട്, ഇതൊക്കെ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായി തന്നെ വരുന്ന ആരോപണങ്ങളും റിപ്പോർട്ടുകളുമല്ലേ എന്നുള്ളതാണ്. അതോടൊപ്പം ഈ ഫോൺ ചോർത്തി എന്ന് ആധികാരികമായി തന്നെ ഞാൻ ഫോൺ ചോർത്തി എന്ന് ഒരു പരാതി കത്തിൽ കൊടുത്തിട്ടും അതിന്മേലൊരു ആ രൂപത്തിലുള്ള ഗൗരവം കണ്ടിട്ടില്ല. എങ്ങനെ ഈ ഇദ്ദേഹത്തിന് ഫോൺ ചോർത്താൻ പറ്റുന്നു? അങ്ങനെ ഫോൺ ചോർത്തി എന്ന് പറയുന്നത് ഈ പരാതിക്കാരുടെ മാത്രമായിരിക്കുമോ? എതിരാളികൾ എന്ന് തോന്നുന്ന ആരുടെയും ഫോൺ ചോർത്താൻ KM എബ്രഹാമിന് പ്രത്യേക അധികാരമുണ്ടെന്ന ചോദ്യം കൂടി നിൽക്കുകയാണ്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ എസ് സജീവൻ, ഞാൻ നേരത്തെ ചോദിച്ചത് ഈ ആരോപണങ്ങളും ഇപ്പോൾ വന്നിരിക്കുന്ന അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടും ഇത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയല്ലേ വരുന്നത്? ഇല്ലാത്ത വകുപ്പിൽ നിയമനം നടത്തിയെന്ന് പറഞ്ഞ എത്ര ഗുരുതരമായ ആരോപണമാണ്? തീർച്ചയായിട്ടും 2 കാര്യങ്ങളാണുള്ളൂ. ഒന്ന്, അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട്, അതേപോലെ തന്നെ കോടതിയുടെ ഉത്തരവ്. കോടതിയുടെ ഉത്തരവ് എന്ന് പറയുന്നത് ഈ CBI അന്വേഷണം, അബ്രഹാമിനെതിരെയുള്ള CBI അന്വേഷണം, അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെതിരെ അല്ലെങ്കിൽ ഒരു ഭരണാധികാരിക്കെതിരെ അന്വേഷണം നടക്കുമ്പോൾ, ഏത് ഏജൻസിയുടെ അന്വേഷണമാണെങ്കിലും അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ രാജിവെപ്പിക്കാനോ അദ്ദേഹത്തെ പുറത്താക്കണോ സർക്കാർ ചെയ്തില്ലെങ്കിൽ പോലും നിയമപരമായിട്ട് അതൊരു തെറ്റായ കാര്യമല്ല. കാരണം ഒരാൾ ഇപ്പോൾ EP ജയരാജൻ ഈ കേസിൽ തന്നെ പറഞ്ഞ പോലെ അത് ഒരു പരാതിയാണല്ലോ. പരാതി വന്നു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കേസെടുത്തു വന്നതിൻ്റെ പേരിൽ ഒരാൾ കുറ്റവാളിയാകില്ല എന്ന് ന്യായം പറയാം. പക്ഷേ അതേപോലെയല്ല അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട്. അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് വളരെ കൃത്യമായിട്ടും പറയുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇദ്ദേഹത്തിന് ഈ തസ്തികയിൽ ഇരിക്കാനുള്ള അർഹതയില്ല, അദ്ദേഹത്തിന് ഈ ഉത്തരവിടാനുള്ള ഒരു ഉത്തരവും ഇടാനുള്ള അർഹതയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ റെജി ലൂക്കോസ് പറഞ്ഞ പോലെ അബ്രഹാമിൻ്റെ ട്രാക്ക് റെക്കോർഡ്, അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ വളരെ ഗംഭീരമായിരിക്കും, അദ്ദേഹം വളരെ മിടുക്കുള്ള ഉദ്യോഗസ്ഥനായിരിക്കാം. അതേപോലെ തന്നെ തോമസ് ഐസക്ക് മികച്ച ഭരണാധികാരിയായിരിക്കാം. പക്ഷെ അതല്ല ഇവിടുത്തെ പ്രശ്നം. അമിക്കസ് ക്യൂറി പറയുന്നത് ഒരു സർവീസിലുള്ള ഉദ്യോഗസ്ഥൻ, അതായത് IAS ഉദ്യോഗസ്ഥൻ ഇരിക്കേണ്ട കസേര, അദ്ദേഹത്തിന് മാത്രം ചുമതലപ്പെട്ട ഒരു സ്ഥാനത്ത് അങ്ങനെയല്ലാത്ത എക്സ് ഒഫീഷ്യോ ചുമതലയിൽ ഒരാളെ വെക്കുന്നു. അദ്ദേഹത്തിന് നിയമനം നടത്താൻ ഒരു അധികാരവുമില്ല. ഒന്നാമത്തെ കാര്യം, അബ്രഹാമിൻ്റെ നിയമനം തന്നെ തെറ്റാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ അമിക്കസ് ക്യൂറി റിപ്പോർട്ടിലുള്ളത്. രണ്ടാമത്തേത്, ആ അധികാരമില്ലാത്ത കസേരയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള നിയമനങ്ങൾ, അദ്ദേഹം എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ, ഇതൊന്നും നൾ ആൻഡ് വോയിഡായിട്ട്, ഇതെല്ലാം നൾ ആൻഡ് വോയിഡായിട്ട് മാറേണ്ടതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ റിപ്പോർട്ടായിട്ടേ ഉള്ളൂ. അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് വെച്ചുകൊണ്ട് കോടതിയുടെ ഒരു നിഗമനമോ അല്ലെങ്കിൽ ഒരു ഉത്തരവോ ഒക്കെ ഉണ്ടാവുമെന്ന് വയ്ക്കുക. ഒരു പരാമർശം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സർക്കാരിന് വലിയ തിരിച്ചടിയായിരിക്കും. അവിടെ അബ്രഹാം അല്ല കുറ്റവാളിയായിട്ട് മാറുക, അല്ലെങ്കിൽ അബ്രഹാമിനെതിരെയുള്ള തിരിച്ചടിയായിട്ടല്ല മാറുക, സർക്കാരിനെതിരെയുള്ള തിരിച്ചടിയാവും. കാരണം അർഹതപ്പെടാത്ത ഒരാളെ അത്തരമൊരു തസ്തികയിൽ ഇരുത്തുന്നു എന്നുള്ളത്, അങ്ങനെയുള്ള ഒരാൾ അധികാരമില്ലാത്ത കാര്യം ചെയ്തു എന്നുള്ള കാര്യം, ഈ 2 കാര്യങ്ങളും പരിശോധിക്കേണ്ട, അങ്ങനെ ഒരിക്കൽ പോലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. അത് സർക്കാരിൻ്റെ ചുമതലയിൽ വരുന്ന, സർക്കാരിൻ്റെ ഉത്തരവാദിത്തമായിട്ട് വരുന്ന കാര്യമാണ്. ഇനി രണ്ടാമത്തേത് ഈ കേസിൻ്റെ കാര്യം, CBI കേസിൻ്റെ കാര്യം. CBI കേസിൻ്റെ കാര്യത്തിലാണെങ്കിൽ വെറും ഒരു CBI വെച്ചിട്ടുള്ളത് പറഞ്ഞിട്ടുള്ള ഒരു പെട്ടെന്ന് കേസെടുക്കുകയല്ലല്ലോ. ഈ ജോമോൻ പുത്തമ്പുരയ്ക്കൽ പരാതി കൊടുത്തു, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നും നോക്കാതെ കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടതില്ല. കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചതിന് ശേഷമാണ് ഉത്തരവിടുന്നത്. എന്നിട്ടോ കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട അവിടെയാണ് സർക്കാരിലേക്ക് കൂടി വരുന്നത്. ഇത് പരിശോധിച്ചതിന് ശേഷം കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളിൽ
ഈ കേസിൽ പ്രഥമ ദൃഷ്ട്യാ കേസുണ്ട്. അതായത് ഇദ്ദേഹം നടത്തിയെന്ന് പറയുന്ന അഴിമതിയുണ്ട്. അഴിമതി അല്ലെങ്കിൽ എന്താണ് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം 12 കോടിയുടെ, ബോംബെയിലെ 3 കോടി, തിരുവനന്തപുരത്ത് 1 കോടി, കൊല്ലത്തെ 8 കോടി. ഇത് ഈ 12 കോടിയുടെ കാര്യത്തിൽ വ്യക്തമായ രേഖകൾ സമർപ്പിക്കാൻ അബ്രഹാമിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് ഇത് ന്യായീകരിക്കാൻ പറ്റിയിട്ട്, കോടതിയെ ബോധ്യപ്പെടുത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് പ്രഥമ ദൃഷ്ട്യാ കേസുണ്ട് എന്ന് കോടതി പറഞ്ഞു. അപ്പോൾ വളരെ ഗുരുതരമായ കാര്യമാണ്. സാധാരണ ഇതൊരു കേസാണെങ്കിൽ വിജിലൻസ് അന്വേഷണം, ഈ വിജിലൻസ് KM എബ്രഹാമിനെ രക്ഷിക്കാൻ ശ്രമിച്ചു. വിജിലൻസ് ആരുടെ കീഴിലാണ് വരുന്നത്? മുഖ്യമന്ത്രിയുടെ കീഴിലാണ്. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടാണ് ഇദ്ദേഹം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആരെയാണ് വിജിലൻസിനെ നിയന്ത്രിക്കുന്നത് എന്ന ചോദ്യം കൂടി കോടതി ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ അബ്രഹാമിനെതിരെയുള്ള ഈ ആദ്യത്തെ വിജിലൻസ് അന്വേഷണം, അന്ന് ജേക്കബ് തോമസ് ആയിരുന്നല്ലോ ഈ ചുമതലക്കാരൻ, ഡയറക്ടറായിരുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പരിശോധന നടത്തിയപ്പോൾ മൊത്തം IAS ഉദ്യോഗസ്ഥന്മാർ അവർ പെൻ ഡൗൺ സ്ട്രൈക്ക് നടത്തിയിട്ട്, അത് കാരണം ഒരു തരത്തെ ഭീഷണിയാണ്, അങ്ങനെ പോലും നടത്തിയിട്ട് അതിന് സർക്കാർ വഴങ്ങിക്കൊടുക്കുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ അതിൻ്റെ അർത്ഥം അബ്രഹാമിനെ തൊടാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് IASലെ ഒരു ശക്തമായിട്ടുള്ള ലോബി അവിടെ പ്രവർത്തിച്ചു എന്നുകൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വിജിലൻസ് അന്വേഷണം പിന്നീട് എങ്ങനെ അട്ടിമറിക്കപ്പെട്ടു, അല്ല അബ്രഹാമിനെതിരെ നടപടി ഉണ്ടായില്ല, ക്ലീൻ ചിറ്റ് എന്തുകൊണ്ട് കൊടുത്തു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം തന്നെ ഇതിന് തൊട്ട് പിന്നാലെ ഉണ്ടായിട്ടുള്ള ഇതാണ് IAS ഉദ്യോഗസ്ഥന്മാരുടെ ഒരു പിടിവാശിയും ബലം പിടുത്തമാണ്. അവരുടെ പെൻ ഡൗൺ സ്ട്രൈക്കായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ സർക്കാർ ഉത്തരം പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. സാധാരണഗതിയിൽ ഒരു ഉദ്യോഗസ്ഥനെതിരെ, ഒരു മന്ത്രിക്കെതിരെ, ഒരു MLAക്കെതിരെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇത്തരത്തിലുള്ള കേസുണ്ടാകുമ്പോൾ പരാതിക്കാർ പല പരാതികളും കൊടുക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ അവർ രാജിവെക്കണമെന്ന് പറഞ്ഞാൽ അത് ചെയ്യണമെന്നൊന്നുമില്ല, ന്യായമായിട്ടും ചെയ്യേണ്ടത്. ഇവിടെ പോലും വേണമെങ്കിൽ നിയമപരമായിട്ട് അങ്ങനെ രാജിവെക്കേണ്ടതില്ല എന്ന് പറയും. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം കോടതിയുടെ പരാമർശമാണ്. അതായത് പ്രഥമ ദൃഷ്ട്യാ കേസുണ്ട്, ഇദ്ദേഹത്തിന് ഇതൊന്നും തനിക്കെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾ തെറ്റാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാവുന്ന ഒരു രേഖയും സമർപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഒന്ന്, അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് അധികാരമില്ലാത്തൊരു സ്ഥാനത്ത് അദ്ദേഹത്തെ ഇരുത്തി, രണ്ടാമത്തെ അധികാരമില്ലാതെ അദ്ദേഹം നിയമനം നടത്തി എന്നുള്ള കാര്യങ്ങളാണ്. ഇതാണ് ഏറ്റവും മാത്രമല്ല, അമിക്കസ് ക്യൂറി എന്ന് പറഞ്ഞാൽ വെറും ഒരു വക്കീൽ കമ്മീഷൻ, അഡ്വക്കേറ്റ് കമ്മീഷൻ അല്ലല്ലോ. അത് കോടതിക്ക് വേണ്ടിയിട്ട് വളരെ വിശ്വാസപൂർവ്വം നിയോഗിക്കുന്നൊരു ആളാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് വളരെ കോടതിയുടെ നിരീക്ഷണം പോലത്തെ നമ്മൾ കാണേണ്ടതാണ്. റിപ്പോർട്ടിന്മേൽ സർക്കാർ മറുപടി പറയേണ്ടതാണ് എന്ന് കൂടിയാണ് അമിക്കസ് ക്യൂറി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഹൈക്കോടതി സ്വാഭാവികമായും സർക്കാരിനോട് ചോദിക്കും. അപ്പോൾ സർക്കാരിന് ഇതിൽ മറുപടി പറയേണ്ടി വരും. ഇല്ലാത്ത വകുപ്പിനെ കുറിച്ച്, ഈ KM എബ്രഹാമിന്റെ നിയമനത്തെക്കുറിച്ചൊക്കെ പറയേണ്ടി വരും. ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞത് താങ്കളും കേട്ടതാണല്ലോ. ഈ വിരമിച്ച ഉദ്യോഗസ്ഥർ, നല്ല മിടുക്കരായ ഉദ്യോഗസ്ഥരെ വീണ്ടും ഉപയോഗിക്കാൻ ഉള്ള സംവിധാനം ഉണ്ട്. ഇത് കേരളത്തിൽ മാത്രമല്ല, കേന്ദ്ര സർക്കാരും അത് ചെയ്യാറുണ്ട്. ഈ ഒരു നിയമനം മാത്രമല്ല, വേറെയും നിയമനങ്ങളുണ്ട്. KM എബ്രഹാം വളരെ ഭംഗിയായി കിഫ്ബി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ. അതിനുകൂടി ഒരു പ്രതികരണം. അല്ല, തീർച്ചയായും ഈ വിരമിച്ച ഉദ്യോഗസ്ഥർ മിടുക്കന്മാരായിരിക്കും. സ്വാഭാവികമായിട്ടും അബ്രഹാമിൻ്റെ ഈ വിദ്യാഭ്യാസ യോഗ്യതയും മറ്റു വെച്ചുകൊണ്ട് അദ്ദേഹം മിടുക്കനാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇവിടെയുള്ള പ്രശ്നമെന്ന് പറയുന്നത്, അമിക്കസ് ക്യൂറി പറഞ്ഞ പോലെ ഒരു സർവീസിലുള്ള ഉദ്യോഗസ്ഥൻ മാത്രം ഇരിക്കേണ്ട ചുമതല, അത് സർവീസിലുള്ള ഉദ്യോഗസ്ഥനെ മാത്രം വെക്കേണ്ട ഒരു തസ്തികയിൽ ഇദ്ദേഹത്തെ വെച്ചു എന്നുള്ളതാണ്. അത് തെറ്റായ കാര്യമാണ്. അത് മറ്റുള്ള കേന്ദ്ര സർക്കാർ നീതി ആയോഗിൻ്റെ ചുമതലയിലോ അല്ല മറ്റ് ചുമതലകളിലൊക്കെ ആളുകളെ വെക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അമിതാഭ് കാന്തിൻ്റെ പേരൊക്കെ പറഞ്ഞല്ലോ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഏത് തസ്തികയിൽ പെടുന്നതാണ്, അത് സർവീസുള്ള ഉദ്യോഗസ്ഥൻ മാത്രം ഇരിക്കേണ്ടതാണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാവുന്ന കാര്യമാണ്. അത് കൃത്യമായിട്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഓരോ തസ്തികയിലെയും എങ്ങനെയൊക്കെയാണ് നിയമനത്തിൻ്റെ രീതി എന്നറിയില്ല. പക്ഷേ ഇവിടെ കൃത്യമായിട്ടും, ഇപ്പോൾ നമ്മളൊന്നും പറയുന്നില്ലല്ലോ, അമിക്കസ് ക്യൂറി ഇതെല്ലാം പരിശോധിച്ചിട്ട് പറയുന്നു അവിടെ ഇരിക്കാൻ പറ്റില്ല. അത് എബ്രഹാമുള്ളതല്ല, ആരായാലും ഒരു വിരമിച്ച ഉദ്യോഗസ്ഥന് ഒരിക്കൽ പോലും അവിടെ ഇരിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് അമിക്കസ് ക്യൂറി പറഞ്ഞിട്ടുള്ളത്. അപ്പം മാത്രമല്ല, അങ്ങനെയുള്ള ഒരാൾക്ക് ഈ നിയമനം നടത്താൻ തീരെ പറ്റില്ല എന്ന് പറയുന്നത് ഇത് വളരെ ഗൗരവമായിട്ടുള്ള കാര്യം തന്നെയാണ്. അത് കേന്ദ്രത്തിൽ ആൾ വെച്ചോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ കാര്യം. അതിൻ്റെ സാധുത എന്താണെന്നുള്ള കാര്യം അന്വേഷിക്കാവുന്നതാണ്.
പക്ഷേ ഇവിടുത്തെ കാര്യത്തിൽ നമുക്ക് അമിക്കസ് ക്യൂറിയെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. പിന്നീട് ആ വെച്ചതിന് എന്തെങ്കിലും ന്യായീകരണം കൊടുക്കാൻ സർക്കാരിന് ഉണ്ടെങ്കിൽ അത് കൊടുക്കാത്തുള്ളൂ. ഇപ്പം എന്തായാലും കോടതി സർക്കാർ ഒരു വിശദീകരണം കൊടുത്താലും ഇല്ലെങ്കിലും കോടതി ഈ കാര്യത്തിൽ അമിക്കസ് ക്യൂറി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാതെ കോടതിയുടെ ഒരു നിരീക്ഷണം നടത്താതിരിക്കില്ല, അതില്ലെങ്കിൽ ഒരു ഉത്തരവായി പോലും വരാതിരിക്കില്ല പലപ്പോഴും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ആ സർക്കാരിന് തിരിച്ചടിയായിട്ട് മാറുക. ഇതെങ്ങനെയാണ് സർക്കാർ തരണം ചെയ്യുക എന്നുള്ള കാര്യം നമുക്കറിയില്ല. സർക്കാർ ഒരു പക്ഷേ അതിനുള്ള നിയമോപദേശങ്ങളൊക്കെ എടുക്കുന്നുണ്ടാകും. ഒരു കാര്യം ഉറപ്പാണ്, ഈ രണ്ട് കാര്യത്തിലും അപ്പോൾ ഇത് അബ്രഹാമിനെ അവിടെ ഇരുത്തുന്നതിൽ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കഴിവ് വെച്ചുകൊണ്ടൊന്നുമല്ല. ഇവിടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒന്ന് CBI അന്വേഷണം നടത്തി കോടതിയുടെ നിരീക്ഷണം, CBI അന്വേഷണം നടത്തുന്നോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ കോടതിയുടെ നിരീക്ഷണം പ്രഥമ ദൃഷ്ട്യാ കേസുണ്ട്. അദ്ദേഹത്തിന് ഇതുവരെ ഒരു രേഖയും തരാൻ പറ്റിയിട്ടില്ല എന്നുള്ള അത് വളരെ ഗുരുതരമായ കാര്യമാണ്. രണ്ടാമത്തേത് അദ്ദേഹത്തിന് യോഗ്യതയില്ലാത്തൊരു കസേരയിലാണ് ഇരിക്കുന്നതെന്ന ഈ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ എന്ത് വിശദീകരണം കൃത്യമായി കൊടുത്തില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കോടതിയുടെ നിരീക്ഷണം വളരെ കർക്കശമായിട്ടുള്ള നിരീക്ഷണമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അദ്ദേഹത്തെ അവിടെ ഇരുത്താനുള്ള സാധ്യത, അതിനുള്ള സാധുത തീർച്ചയായിട്ടും ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, ശ്രീ റെജി ലൂക്കോസ്, താങ്കൾക്ക് മറുപടി നൽകാം. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മറുപടി പറയണം എന്നാണ് ഇപ്പോൾ ഉല്ലാസ് ബാബു പറയുന്നത്. മുഖ്യമന്ത്രിയാണ് ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടത്, പാർട്ടിയല്ല പറയേണ്ടതെന്ന് ശ്രീകുമാറും ചൂണ്ടിക്കാണിക്കുകയാണ്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെ വരുന്ന മൂന്നാമത്തെ ആരോപണമാണ് ഈ ആരോപണം എന്ന് പറയുന്നത്? കോടതി തന്നെ ആവശ്യപ്പെടുന്നു ഇപ്പുറത്ത് CBI അന്വേഷണം നടത്തണമെന്ന്. കോടതി തന്നെ നിയോഗിച്ച അമിക്കസ് ക്യൂറി പറയുന്നു ഇദ്ദേഹത്തിന്റെ നിയമനം ശരിയല്ല എന്ന്. ഒന്ന്, കേരളത്തിലെ ഒരു കോടതിയും, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉൾപ്പെടുന്ന ഒരു കോടതിയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് ഏതെങ്കിലും മോശമായ രീതിയിൽ പരാമർശം നടത്തിയിട്ടില്ല. അങ്ങനെ ഒരു പരാമർശം നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഗുരുതരമാണ്, നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ ഒരു ആരോപണം നടത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥരെ കുറിച്ച് ആരോപണങ്ങൾ നടത്തി, അദ്ദേഹത്തിന്റെ പേരിൽ CBI അന്വേഷണം പ്രഖ്യാപിച്ചു. ബഹുമാനപ്പെട്ട കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് അത് വളരെ ഞാനും അതിനെ തള്ളിക്കളയുന്നൊന്നുമില്ല. അതിപ്പം സജീവ് സാറ് പറഞ്ഞതിനോട് യോജിച്ച് നിൽക്കാതിരിക്കാൻ പറ്റില്ല. നിയമവ്യവസ്ഥ നമ്മൾ മോശമായി ചിത്രീകരിക്കുന്നത് ജനാധിപത്യത്തിനോടും നിയമത്തിനോടും കാണിക്കുന്ന ഒരു അവഗണന, അതിനൊന്നും നമ്മൾ തയ്യാറാകേണ്ട കാര്യമില്ല. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സർക്കാരിന്റെ തസ്തികകളിൽ നിയോഗിക്കുന്ന റിട്ടയർ ആയിട്ടുള്ള IAS ഉദ്യോഗസ്ഥന്മാരെ കഴിവിന്റെ അടിസ്ഥാനത്തിലാണ് നിയോഗിക്കുന്നുണ്ട്. പരമ്പരകൾ തന്നെ കേരളത്തിലും കേന്ദ്ര സർക്കാരിലുള്ളത്. ഞാൻ ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ശ്രീകുമാർ സാറിന് പറയാനായിട്ട് ഒരു വാല്യുബിളായിട്ടൊരു മറുപടിയുണ്ട്. K. ജയകുമാർ സാർ IAS, K. ജയകുമാർ സാർ IAS ഇപ്പോൾ 72-73 വയസ്സ് പ്രായമായി. അദ്ദേഹം ഇപ്പോഴും സർക്കാരിന്റെ ഭാഗമായിട്ട് തുടരുവാണ്. അദ്ദേഹത്തിനെ കുറിച്ച് ആർക്കെങ്കിലും ഇതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ? K. ജയകുമാർ സാറിനെ പോലെ ബഹുമുഖ പ്രതിഭ മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിരുന്നു. ആരാണ് നിയമിച്ചത്? അതുപോലെ തന്നെ KM എബ്രഹാം എന്ന് പറയുന്ന ശ്രീകുമാർ സാറ് പിന്തുണയ്ക്കുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ധനകാര്യ വകുപ്പിന്റെ കീ പോസ്റ്റ് എടുത്തപ്പോൾ ഉമ്മൻചാണ്ടി സാർ നിയമസഭ പറഞ്ഞ ഒരു വാക്യമുണ്ട്. അത് ശ്രീകുമാർ സാറിനെ അല്ലോ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിനെ പോലെയുള്ള പ്രഗത്ഭനായ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ പ്രാഗൽഭ്യം തെളിയിച്ച് ചില ഉദ്യോഗസ്ഥരെ അവർ 60-ാമത്തെ വയസ്സിലോ 62-ാമത്തെ വയസ്സിലോ ഒരു IAS ഉദ്യോഗസ്ഥർ വിമർശിക്കുമ്പോൾ വിരമിക്കുമ്പോൾ അവരെ വീണ്ടും ഉപയോഗിക്കുക എന്നുള്ളത് ഈ രാജ്യത്ത് കൃത്യമായി നടക്കുന്ന നിരവധി അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഞാനത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. കോടതിയെ ഒന്ന് വിമർശിക്കാൻ നമ്മൾ യാതൊരു തരത്തിൽ നമുക്ക് അർഹതയില്ല. എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഉല്ലാസ് ബാബു ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാറുണ്ട്. ഉല്ലാസ് ബാബുവിന്റെ പാർട്ടിക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനോ കേരളത്തിന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു അഴിമതി ആരോപണം കോടതിയെയോ ജനങ്ങളെയോ നിയമവ്യവസ്ഥയെ ബോധ്യപ്പെടുത്തേണ്ട രീതിയിൽ ഇതുവരെ ഉയർത്താൻ പറ്റിയിട്ടുണ്ടോ? നിങ്ങൾ 2020 മുമ്പ് ബഹുമാനപ്പെട്ട പിണറായി വിജയന്റെ ഒന്നാം സർക്കാരിന്റെ കാലത്ത് 2020 കാലഘട്ടങ്ങളിൽ നിങ്ങൾ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണം ഉന്നയിച്ചു. നിങ്ങളൊന്നും ഉന്നയിച്ചാൽ നിങ്ങൾ പുറകെ സഞ്ചരിച്ചതേ ഉള്ളൂ. നിങ്ങളുടെ സർക്കാരിന്റെ കീഴിലുള്ള കസ്റ്റംസ് അറിയാതെ കണ്ട് സ്വർണ്ണം കടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിചിത്രമായ വാദത്തിലായിട്ട് വന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞ രാജ്യത്തിന് മാതൃകയായ ഒരു മറുപടി ഉണ്ട്. എന്താ അറിയോ? ഏത് ഉദ്യോഗസ്ഥൻ വരുമെന്ന് അന്വേഷിക്കട്ടെ. കേന്ദ്ര സർക്കാരിന് ഏത് അന്വേഷണ ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കാന്ന് പറഞ്ഞു. ഇനി മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൊണ്ട് അന്വേഷിച്ചോളാൻ പറഞ്ഞു. നിങ്ങൾക്കൊന്ന് തൊടാൻ പറ്റുമോ? നിങ്ങൾക്ക് കേരളത്തിലെ നിയമത്തിൽ നിങ്ങളുടെ ആദ്യം NIA വന്നു, പിന്നീട് പിന്നീട് ED വന്നു, പിന്നീട് CBI വന്നു. ഇതെല്ലാം വന്നിട്ട് ഏതെങ്കിലും രീതിയിലൊരു ചെറിയ തെളിവ് കോടതിയെ ഹാജരാക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ CBIയുടെ അന്വേഷണത്തിൽ പറയുന്നു. ഉല്ലാസ് ബാബു, എന്റെ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ഉണ്ട്. ഉല്ലാസ് ബാബു ഫലപ്രദമായിട്ട് മറുപടി പറയാൻ പറ്റുമോ? ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഒന്ന്, പൃഥ്വിരാജ് ഇപ്പോഴത്തെ നിങ്ങളുടെ സഖ്യകക്ഷിയായ മഹാരാഷ്ട്രയിലെ NCPയുടെ നേതാവ് അജിത് പവാർ ആരാ? 50,000 കോടി വെട്ടിപ്പ് നടത്തി ജയിലിലേക്ക് പോകുന്നതിന് വക്കീലെത്തിയപ്പോൾ അത് കണ്ടെത്തിയത് CBI ആണ്. നിങ്ങളോടൊപ്പം ചേർന്നപ്പോൾ അദ്ദേഹം വിശുദ്ധനായി ഇപ്പോൾ അധികാരത്തിന്റെ പടകൊടുത്താണ്ടുക.
നിങ്ങളുടെ ആസാം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ ആരാണ്? നിങ്ങൾ 12 തവണ നിങ്ങൾ BJP-ക്കാര് ഡൽഹിയിൽ സമരം നടത്തി, പ്രതിഷേധ റാലി നടത്തി, അന്നത്തെ കോൺഗ്രസ് രാജ്യത്ത് അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് CBI അന്വേഷണത്തിലൂടെ കണ്ടെത്തിയത് എന്താണ്? കോടാനുകോടികൾ വെട്ടി. ഇപ്പൊ 2ാം തവണ നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ്. ഇനി പട്ടാളക്കാരുടെ ഫ്ളാറ്റ് നിർമ്മാണത്തിൽ 20,000 കോടി തട്ടിപ്പ് നടത്തി CBI കണ്ടെത്തിയ മുൻ മുഖ്യമന്ത്രി ചവാൻ ഇപ്പൊ ആരുടെ കൂട്ടത്തില? നിങ്ങളുടെ കൂട്ടത്തില. അപ്പോൾ നിങ്ങളുടെ കൂടെ വന്ന ഇതെല്ലാം വിശുദ്ധ പശുക്കളാ, അല്ലാത്തപ്പോഴല്ല അഴിമതി. ആദ്യം BJP ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ. കേരളത്തിൽ നിങ്ങളുടെ കയ്യിലാണ് അന്വേഷണ ഏജൻസികൾ, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ. ആ അന്വേഷണ ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിച്ച് ഫലപ്രദമായ രീതിയിൽ ഏതെങ്കിലും ₹1 വെട്ടിപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥരെ കുറിച്ച് നിങ്ങൾക്ക് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ വിഷയത്തിൽ വ്യത്യാസം ഉണ്ടല്ലോ. സാധാരണഗതിയിൽ BJP CBI കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അങ്ങനെ ഒരു നീക്കം നടത്തുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു പരാതി കോടതിയിൽ വരുന്നു എന്ന് പറയാം. ഇത് അങ്ങനെയല്ല. ഇത് കോടതി തന്നെ പറയാണ് CBI അന്വേഷിക്കണമെന്ന്. കോടതി തന്നെ നിയോഗിച്ച അമിക്കസ് ക്യൂറി പറയാണ് ഇത് അധികാരമില്ല എന്ന്. അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു, അതിന് കൃത്യമായൊരു മറുപടി ഞാൻ ആദ്യമേ പറഞ്ഞു. ബഹുമാനപ്പെട്ട P. രാജീവ് നിയമമന്ത്രി ഇന്ന് നിങ്ങൾ ഈ ചർച്ചയ്ക്ക് മുമ്പായിട്ട് കാണിച്ച ബൈറ്റ് അത് ഞാനും കണ്ടതാ. അദ്ദേഹം പറഞ്ഞത് എന്താ? അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ വരുന്നുണ്ട്, അദ്ദേഹം മേൽക്കോടതിയിലേക്ക് പോകാം, ഇനിയും ദിവസങ്ങളുണ്ട്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിന്നെ ഉചിതമായ തീരുമാനം എടുക്കും എന്ന് പറഞ്ഞപ്പോൾ അതിനപ്പുറം ഒരു മറുപടി എന്നെപ്പോലെ ഒരാൾക്ക് പറയാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു. ഇതിപ്പം സർക്കാരിനെ സംബന്ധിച്ചോളം ആ പരാതികൾ നിരവധി വരും. അത് പിന്നെ ഇപ്പൊ തെരഞ്ഞെടുപ്പൊക്കെ നടത്തേണ്ടതല്ലേ? ഇല്ലാത്ത വകുപ്പിൽ പാർട്ടിയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവിനാണല്ലോ നിയമനം കൊടുത്തത്, തോമസ് ഐസക്കിന് പോലും നാണക്കേടുണ്ടാക്കുന്ന രീതിയിലായി ഇപ്പോൾ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട്. അല്ല, തീർച്ചയായിട്ടും ഡോക്ടർ തോമസ് ഐസക് സാറിന് മാത്രമല്ല കേരളത്തിലെ പൊതുസമൂഹത്തിന് തന്നെ ആ കണ്ടെത്തലുകൾ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അത് ഒരു സംശയമില്ല കാര്യത്തിൽ. തോമസ് ഐസക് സാറിനെ പോലെ ഒരാൾക്ക് സർക്കാർ അവിഹിതമായ മാർഗത്തിലൂടെ അല്ലെങ്കിൽ ഇല്ലീഗൽ ട്രാക്കിലൂടെ അദ്ദേഹത്തിന് ഇല്ലാത്തൊരു തസ്തിക ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അത് അമിക്കസ് ക്യൂറിയുടെ കണ്ടെത്തൽ എങ്ങനെയാണെന്നുള്ളത് വിഭജിക്കാമെന്ന് ഞാനാണല്ലോ കോടതി നിയോഗിച്ചൊരു കമ്മീഷനാണത്. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ സർക്കാരിനെ സംബന്ധിച്ചോളം ഒരു അഴിമതി ആരോപണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ₹1 വെട്ടിപ്പ് നടത്തിയതിനെ കുറിച്ച് ഇന്ന് വരെ ആർക്കും കൃത്യമായ രീതിയിലൊരു ഫൈൻഡിങ് നടത്താനായിട്ട് സാധിച്ചിട്ടില്ല, ഒരു ഏജൻസിക്ക് നടത്താൻ സാധിച്ചിട്ടില്ല. സർക്കാർ ഉറപ്പായിട്ടും കോടതിയിൽ അതിന് മറുപടി പറയും, ഉചിതമായ മറുപടി കോടതിയിൽ ധരിപ്പിക്കും. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൃത്യമായ രീതിയിലുള്ള നടപടികളുണ്ടാവും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഞാനത് പറയാൻ കാരണം P. രാജീവിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. അദ്ദേഹം കൈയൊഴിഞ്ഞില്ലല്ലോ. അതേ കെ എബ്രഹാം എന്ന് പറയുന്ന ആള് വാനോളം പുകഴ്ത്തി സംരക്ഷിക്കാനൊന്നും P. രാജീവ് ശ്രമിച്ചിട്ടില്ല. അതാണ് ഇടതുപക്ഷത്തെ മന്ത്രിമാരുടെയും പ്രത്യേക പദവി കൊടുത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അവരോധിച്ച ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ചാണ്. അല്ല, ഞാൻ പറഞ്ഞ ആ ബോധ്യത്തോടെയാണ് ഈ ചർച്ച ഞാൻ സ്മൃതി, ആ ബോധ്യത്തോടുകൂടി തന്നെയാണ് പങ്കെടുക്കുന്നത്. ഞാനതാണ് മുൻകാല അനുഭവങ്ങൾ നിരവധി തവണ പറഞ്ഞത്. ഈ BJP ഞാനോട് ഉല്ലാസ് ബാബു കൃത്യമായ രീതിയിൽ 3-4 ആരോപണങ്ങൾ ഉന്നയിച്ചു. രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളിൽ താങ്കൾ പറയുന്ന കാര്യം ശരിയാണ്. പക്ഷെ ഒരു ഉദ്യോഗസ്ഥരെ നിയമിക്കുമ്പോൾ സാധാരണഗതിയിലില്ലാത്ത ഒരു പ്രത്യേക ഉത്തരവിലോടുകൂടി അദ്ദേഹത്തിന് പെൻഷനും ശമ്പളവും ഒരു വസ്തു കിട്ടുന്നു, അതുകൂടാതെ വേറൊരു പദവി ക്യാബിനറ്റ് പദവിയോട് കിട്ടുന്നു. ഇതിലൊക്കെ തന്നെയും ഇത്രയും ഒരു ബാക്കി ആർക്കും കൊടുക്കാത്തൊരു സംവിധാനം കൊടുക്കുന്നതിന് പിന്നിൽ എന്താണ് അതിന് വലിയ താല്പര്യം? അതൊരു ചോദ്യമല്ലേ? അല്ല, അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കെ വി തോമസ് സാറിനെ കുറിച്ച് പ്രത്യേകിച്ച് വിശദീകരണം ആവശ്യമില്ല. അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്ക് കൊടുത്തിട്ടുണ്ട്. കേരള സർക്കാരും തമ്മിലുള്ള ഒരു ലിങ്കാണ് അദ്ദേഹം. അല്ല, അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാനീ പറയുന്നത്. ഞാൻ പറഞ്ഞത് പൂർത്തീകരിക്കട്ടെ. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ആർക്കെങ്കിലും പരാതി പറയാൻ പറ്റും? അദ്ദേഹത്തിന് ഓർഡിനറി ആയിട്ടുള്ള ക്യാബിനറ്റ് പദവി കൊടുത്തു. അത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. ക്യാബിനറ്റ് ഞാൻ ചോദിക്കട്ടെ, UDF സർക്കാരിന്റെ കാലത്ത് ഏതെല്ലാം രീതിയിലുള്ള അപ്പോയിന്റ്മെന്റ് നടന്നിട്ടുണ്ട്? ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞു. അതിനകത്ത് ഒരു ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം സർക്കാർ കഴിവുള്ളവരെ ആ രീതിയിൽ വിനിയോഗിക്കുക. പിന്നെ സജീവൻ സാർ പറഞ്ഞ നിയമവശങ്ങളെ കുറിച്ച് തർക്കിക്കാൻ ഞാനും ആളല്ല, അത് എനിക്ക് ബോധ്യമുള്ള ആൾ തന്നെയാണ്. സ്വാഭാവികമായിട്ടും സർക്കാർ മറുപടി പറയും, ഒരു തർക്കമില്ല കാര്യത്തിൽ. പിന്നെ KM എബ്രഹാം കള്ളനാണ്, KM എബ്രഹാം തട്ടിപ്പ് നടത്തുന്നതൊക്കെ പറഞ്ഞ് പലരും പല കോർണറിലൂടെ പലതും പറയുന്നുണ്ട്. ഇതുവരെ ആർക്കും ഒരു കോടതിയെ ബോധ്യപ്പെടുത്താൻ പറ്റത്തില്ല. ഇന്ത്യൻ നിയമവ്യവസ്ഥ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഒരാളെ ശിക്ഷിക്കപ്പെടാതെ അയാളെ കുറ്റവാളിയായിട്ട് കാണാൻ പറ്റത്തില്ല. പരാതികൾ നിരവധി വരും. ജോമോൻ തെളിവ് ഹാജരാക്കിയപ്പോൾ CBI അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിടുമ്പോൾ ഹൈക്കോടതി പറയുന്നത് ഗുരുതരമായ നിരീക്ഷണം കോടതിയുടെ ഭാഗത്ത് വരുന്നുണ്ട്. KM എബ്രഹാമിനെ രക്ഷിക്കാൻ വിജിലൻസ് ശ്രമിച്ചു എന്നാണ് കോടതിയുടെ ബോധ്യപ്പെടൽ. അതുകൊണ്ടാണ് CBI വരട്ടെ എന്ന ഹൈക്കോടതി തീരുമാനിക്കുന്നത്. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്നതിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ട് എന്നതാണ് മനസ്സിലാക്കൽ എന്നുകൂടിയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് CBI ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.
കോടതിയുടെ ബോധ്യപ്പെടലിന്റെ അടിസ്ഥാനത്തിലാണ് CBIക്ക് കോടതി വിട്ടിരിക്കുന്നത്. ഇവിടെ അന്വേഷിച്ചാൽ അദ്ദേഹത്തിന് അനുകൂലമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ സ്വാധീനം ചെലുത്തുന്നു. KM എബ്രഹാം തന്റെ പദവി ഉപയോഗിച്ച് വിജിലൻസിനെ നിയന്ത്രിക്കുന്നു. ഇതാണ് കോടതിയുടെ ബോധ്യപ്പെടൽ. അല്ലല്ലല്ല, കോടതി ഇതിനകത്തൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. ബഹുമാനപ്പെട്ട കോടതി CBI കൊണ്ട് അന്വേഷിപ്പിക്കണം എന്തിനാ? അതിന്റെ വസ്തുതകൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസിയൊക്കെ ഉണ്ട്. അതിന്റെ ആ ഏജൻസിയുടെ ക്രെഡിബിലിറ്റിയെ കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. അതിവിടെ വളരെ സംസാരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കേന്ദ്ര ഏജൻസി വരണ്ടേ? എല്ലാ കേന്ദ്ര ഏജൻസിയും എല്ലാ കാലത്തും രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കുന്നുണ്ട്. എന്ന് വെച്ച് കേന്ദ്ര ഏജൻസി അന്വേഷിക്കേണ്ട കേന്ദ്ര ഏജൻസി തന്നെയല്ലേ അന്വേഷിക്കേണ്ടത്, അല്ലേ? ഇവിടെ നിങ്ങളും കേന്ദ്ര ഏജൻസി പെട്ടെന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു പരാതിക്കാരി ഒരു കടലാസ് എഴുതി കൊടുത്തപ്പോഴേക്കും CBI വിളിപ്പിച്ചിരുന്നല്ലോ. അന്ന് കൂട്ടിലടിച്ച സത്യല്ലേ? അന്ന് പറഞ്ഞോ? അല്ല, ഒറ്റ കാര്യം ചോദിക്കട്ടെ. ഇന്നിപ്പോ 3 ദിവസം അല്ല ശ്രുതി ഒറ്റ ചോദ്യം. ഇന്ന് 3 ദിവസമായി ഈ ഉത്തരവ് കോടതി പുറപ്പെടുവിച്ചു. 3-4 ദിവസമായി. ഇതുവരെ സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ഏതെങ്കിലും മന്ത്രിമാരോ CBIക്ക് കൈമാറിയതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? അത് കോടതിയുടെ പരമാധികാരമാണ്. CBI പറഞ്ഞതനുസരിച്ച് CBI കോടതി പറഞ്ഞ CBI കണ്ടെത്തട്ടെ. കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കണം. ഈ ആർക്കും ഒരു തർക്കമില്ല. ശ്രീ റെജി ലൂക്കോസ്, ഇതൊരു വ്യക്തിക്കെതിരായ പരാതി മാത്രമായിട്ട് എങ്ങനെയാണ് താങ്കൾ അതിനെ വ്യാഖ്യാനിക്കുന്നത്? അഴിമതി ആരോപണം എന്നുള്ളത് വ്യക്തിക്കെതിരെയാണ്, ശരി. പക്ഷേ എന്താണ് ദുരുപയോഗം ചെയ്യുന്നത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയാണ്, വിജിലൻസിനെയാണ്, മുഖ്യമന്ത്രിയുടെ കീഴിലെ വകുപ്പിനെയാണ്. അല്ല, അതിന് വളരെ കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞില്ലേ ബഹുമാനപ്പെട്ട നിയമമന്ത്രി P. രാജീവ്? നിങ്ങളുടെ മാധ്യമങ്ങളോട് കൃത്യമായ മറുപടി പറഞ്ഞില്ലേ? അദ്ദേഹത്തിന്റെ മറുപടിക്ക് ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാൻ നിയമമന്ത്രി നൽകിയത് ഇനി ഒരു ചോദ്യത്തിന് പോലും സാധ്യതയില്ലാത്ത വ്യക്തമായ മറുപടി. KM എബ്രഹാമിന്റെ വഴിക്ക് അങ്ങ് അന്വേഷണം നിയമ നടപടികളുമായി മുന്നോട്ട് പോട്ടെ, അദ്ദേഹം അനുഭവിക്കട്ടെ, വരുന്നത് അദ്ദേഹം അങ്ങ് അനുഭവിക്കട്ടെ. അതുവരെ അദ്ദേഹം ആ പദവിയിൽ തുടരും. അദ്ദേഹത്തിന് പ്രത്യേകമായി മറ്റാർക്കും കൊടുക്കാത്ത രീതിയിലുള്ള ശമ്പളവും പെൻഷനും ഒരുമിച്ചുള്ള സംവിധാനവും തുടരും. നോക്കൂ സ്മൃതി, അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിന്റെ കുന്തമന ചെല്ല് കൊള്ളുന്നത് എവിടേക്കാണ്? ഗവൺമെന്റിലേക്കല്ലേ? നമ്മളിത് അതാ ഞാൻ പറഞ്ഞത്, ഇത് എബ്രഹാമിന്റെ കാര്യത്തിലേക്ക് മാത്രമായിട്ട് ഒതുക്കരുത്. അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് എന്താണ്? തോമസ് ഐസക്കിന്റെ നിയമനത്തെ കുറിച്ച്, അതുപോലെ തന്നെ KM എബ്രഹാമിന്റെ നിയമനത്തെ കുറിച്ച്, അദ്ദേഹം ഒപ്പിടുന്നതിനെ കുറിച്ച്, ഇതൊക്കെ പറയുമ്പോൾ അത് ചെന്ന് കൊള്ളുന്ന എവിടേക്കാണ്? മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കല്ലേ? രാഷ്ട്രീയ നേതൃത്വത്തിലേക്കല്ലേ? സാധാരണഗതിയിൽ ഞാൻ വിചാരിച്ചത് തോമസ് ഐസക് ഇന്നെങ്കിലും ഒരു നിലപാട് വ്യക്തമാക്കുന്ന വിചാരിച്ചത്. അതുണ്ടായില്ല. ഇനി KM എബ്രഹാമിനെതിരെ ഇങ്ങനൊരു പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമ്പോൾ തൽക്കാലത്തേക്കെങ്കിലും അദ്ദേഹത്തോടൊന്ന് മാറി നിൽക്കാൻ ഗവൺമെന്റിന് ആവശ്യപ്പെടാമല്ലോ. വിരമിച്ച ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിന് ആരും എതിരല്ല. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ റെജി പറഞ്ഞ കാര്യം തന്നെ ഞാൻ പറയാം. KM എബ്രഹാമിനെ KM മാണിക്കും ഉമ്മൻചാണ്ടിക്ക് ഇഷ്ടമുള്ള ഉദ്യോഗസ്ഥനായിരുന്നു. അത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത്, ഇത് പിണറായി വിജയന്റെ കാലത്ത്. രണ്ട് വ്യത്യാസമല്ലേ? 8 വർഷത്തെ പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് നടന്ന ഒരുപാട് അഴിമതികളെ കുറിച്ച് നമ്മളിപ്പോ ചർച്ച ചെയ്യല്ലേ? ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ചർച്ച ചെയ്ത അഴിമതി ഏതാ? നമ്മൾ ഈ വല്ലാതെ ചർച്ച ചെയ്യുന്ന അഴിമതികളേതാ? ആകെ പറയുള്ളത് ഒരു ബാർക്കോഴ കേസായിരുന്നു. ബാക്കി എന്താ ഉണ്ടായത്? ഉദ്യോഗസ്ഥ നിയമനത്തെ കുറിച്ചുള്ള അഴിമതികൾ കൂടുതൽ ചർച്ച ചെയ്യുന്ന ഇപ്പോഴല്ലേ? ഇവിടെ KM എബ്രഹാം പറഞ്ഞൊരു കാര്യമുണ്ട്, ഗൂഢാലോചന ആണെന്ന്. ഗൂഢാലോചന നടന്നത് KM എബ്രഹാം പറയുകയാണെങ്കിൽ അക്കാര്യമെങ്കിലും അന്വേഷിക്കണ്ടേ മുഖ്യമന്ത്രിയുടെ ഓഫീസ്? തന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥൻ, മുൻ ചീഫ് സെക്രട്ടറി ആയ ഒരാള്, താൻ നിയമിച്ച ഒരാള് ഗൂഢാലോചന പറയുമ്പോൾ അതെങ്കിലും അന്വേഷിക്കണ്ടേ? അദ്ദേഹം പറഞ്ഞത് മുൻ IPS ഉദ്യോഗസ്ഥനെതിരെയാണല്ലോ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം നമുക്കറിയാമല്ലോ. ഇതൊക്കെ നിൽക്കുമ്പോഴാണ് നമ്മൾ സ്മൃതി ഒരു 6 മണിക്ക് വേണ്ടി ഇനി കാത്തിരിക്കണം എന്നാണ് 6 മണി പൊട്ടി വീഴുക മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിന്. ആ പഴയ കാലത്താണെങ്കിൽ ഇങ്ങനെ ഒരു അഴിമതി ആരോപണവും ഇങ്ങനത്തെ ആക്ഷേപങ്ങളും ഇങ്ങനത്തെ റിപ്പോർട്ടുകളൊക്കെ വരുമ്പോൾ പത്രത്തിലെ റോഡിൽ പോയിട്ട് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ എത്തും, ചോദിക്കും, ഉത്തരം കിട്ടും. ഇത് ഇരുട്ടി തപ്പുകയാണ് നമ്മള്. IAS ഉദ്യോഗസ്ഥര് ഇരുട്ടി തപ്പുകയാണ്. കാരണം കേരളത്തിൽ ഇപ്പോഴത്തെ പ്രശ്നം എന്താ? IAS പോര്, IPS പോര്. ഇതിനിടയ്ക്ക് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദത്തിന് വിധേയരായിക്കൊണ്ട് രാഷ്ട്രീയ നേതൃത്വം ദുർബലമാകുന്നു. ഏതെങ്കിലും ഒരു ഭരണ നേതൃത്വം, രാഷ്ട്രീയ നേതൃത്വം ദുർബലമാകുന്നോ ആ സമയത്ത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ തലവെക്കും. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, KM എബ്രഹാമിനെതിരായ ആക്ഷേപം ഒരു ഒറ്റപ്പെട്ട ആക്ഷേപമല്ല, ഗവൺമെന്റിനെതിരായ ആക്ഷേപമാണ്. അമിക്കസ് ക്യൂറിയുടെ നിലപാടാണ് ഞാൻ പറഞ്ഞത്. അത് ആർക്കെതിരെയാണ് വരിക? അത് രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെ വരില്ലേ?
അപ്പൊ രാഷ്ട്രീയ നേതൃത്വത്തിന് മറുപടി പറയണം. ആരാണ് ഇവിടെ പാർട്ടി പറയേണ്ടതെന്ന് ഞാൻ പറയാൻ കാരണം ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വവും പാർട്ടി നേതൃത്വവും മുഖ്യമന്ത്രിയുടെ കയ്യിലാണ്. ശരി. പാർട്ടിയുടെ AKG മന്ത്രി ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രിയാണ്, പാർട്ടി ജനറൽ സെക്രട്ടറി അല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞത്. അല്ലെ ഗോവിന്ദ മാഷ മറുപടി പറയാനല്ലേ നമ്മൾ പറയുള്ളൂ. അത് പറയേണ്ട കാര്യമില്ല. ഇത് ഗവൺമെന്റിന്റെ പരിപാടിയാണ്, ഗവൺമെന്റിന് ഏറ്റ അടിയാണ്. ഗവൺമെന്റ് ഉത്തരം പറയണമെങ്കിൽ നമ്മളെ 7 ദിവസത്തെ 6 മണിയാണ് കാത്തിരിക്കേണ്ടത് എന്നാണ് പത്രലേഖകരുടെയും നാട്ടുകാരുടെയും ചോദ്യം. ശരി, തിരിച്ചെത്താം, ഇടവേളയെത്താം. ഉല്ലാസ് ബാബു, ഇതിപ്പോൾ ഈ ജോമോൻ പുത്തമ്പുരയ്ക്കൽ നൽകിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കോടതി കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പുറത്തും മറ്റൊരു പരാതിക്കാരനുണ്ടായിരുന്നു. ആ പരാതിക്കാരൻ ഒരു സ്ഥിരം ശല്യക്കാരനാണെന്ന രൂപത്തിൽ കോടതി കാണുന്നുണ്ട്. കോടതി തന്നെ ഒരു അമിക്കസ് ക്യൂറിയെ നിയമിച്ചു. ആ റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ എവിടെയാണ്? നോക്കൂ, 2016 CRPC 190 പ്രകാരം ആദ്യമായിട്ട് ഫയൽ ചെയ്യുന്നത്. അതിനുശേഷം അവിടെ കാര്യങ്ങൾ നടക്കാതെ വരികയും തിരിച്ചു വരുന്ന സമയത്ത് ക്രിമിനൽ MC ആയിട്ട് 2018 ഇത് കേസായിട്ട് വരുന്നു. അതിൻ്റെ തുടർ 7 വർഷത്തിന് ശേഷമാണ് ഇന്നത്തെ സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നത്. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കുറേ റീച്ചേട്ടൻ പറഞ്ഞിട്ടുള്ള കുറേ കാര്യത്തിന് മറുപടി പറയേണ്ടത് ഞാൻ പറയാം. അതിനൊപ്പം തന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ ജേക്കബ് തോമസ് ഉണ്ടായിരുന്ന കാര്യം ശ്രീകുമാർ സാർ ഓർമ്മിപ്പിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. സജീവൻ സാർ ഓർമ്മിപ്പിച്ചതുകൊണ്ട്. ജേക്കബ് തോമസ് ഇരുന്ന സമയത്ത് ഈ വിഷയം അന്വേഷിച്ചിട്ടുണ്ട്. ഈ വിഷയം KM എബ്രഹാമിനെതിരെ അന്വേഷണം നടത്തുന്നു. അതേ സമയം തന്നെയാണ് ജേക്കബ് തോമസിനെ കൊടുക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി KM എബ്രഹാമിൻ്റെ നേതൃത്വത്തിലെ ഒരു ധനകാര്യ സെക്രട്ടറി, അഡീഷണൽ ധനകാര്യ സെക്രട്ടറി, തസ്തികയിൽ ഇദ്ദേഹം ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം പോർട്ട് ഡയറക്ടറായിട്ടിരിക്കുന്ന സമയത്ത് കോടികളുടെ അഴിമതി നടത്തിയെന്നും പറഞ്ഞിട്ട് അന്വേഷണം നടത്തുന്നത്. 2 ഫയലുകളും ഒരേ ദിവസമാണ് 2 പേർക്കും, അതായത് വിജിലൻസ് ഡയറക്ടറായിരിക്കുന്ന ആള് KM എബ്രഹാമിനെതിരെയും KM എബ്രഹാം ഇദ്ദേഹത്തിനെതിരെയും അന്വേഷണം നടത്തിയിട്ട് ഫയൽ ചെയ്യുന്നത്. ആ ഫയൽ ചെയ്യുന്നതിൽ KM എബ്രഹാമിൻ്റെ കാര്യം മാത്രം ക്ലീൻ ചിറ്റ് കൊടുത്ത് റെഫർ ചെയ്ത് പോയി. ആ യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലാവും. മറ്റത് ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങളുണ്ടായി. അങ്ങനെ എത്ര വിഷയങ്ങൾ ഇവിടെയാണ്. പിന്നെ റേച്ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, എന്താണ് ഇവിടെ ഒരു തരത്തിലും ഒരു സ്ഥലത്തൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ലോ. സാർ എങ്ങനെയാണ് കണ്ടെത്താൻ പറ്റുക? നിർഭയമായിട്ട് തെളിവ് കൊടുക്കാൻ, വിജിലൻസിന് തെളിവ് കൊടുക്കാൻ ഇവിടുത്തെ ആളുകൾക്ക് ഭയമാണ്. അത് നിങ്ങൾ ആരും മനസ്സിലാക്കണം. ഉന്നത മേഖലകളിലാണ് ഈ അഴിമതികൾ ആരോപിക്കപ്പെടുന്നത്. നിർഭയമായിട്ട് ആരും മൊഴി കൊടുക്കുന്നില്ല, സാക്ഷി പറയാൻ തയ്യാറാകുന്നില്ല. എന്താണ് കാരണം? മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ നേരിട്ട് കൊണ്ട് ഈ കാര്യത്തിൽ ഇടപെടുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ, ഉന്നത ഉദ്യോഗസ്ഥർ അതിൽ തടസ്സങ്ങൾ നിൽക്കുന്നു, അതിൽ കൃത്യമായി വീട്ടലുകൾ നടത്തുന്നു, അതിൽ ഇടപെടുന്നു. മുഖ്യമന്ത്രിയെ കൊണ്ട് ബലമായി ആ കാര്യത്തിൽ ഇടപെടലുകൾ നടത്തുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ആദ്യത്തെ അന്വേഷണത്തിൽ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പരിശോധന നടത്തിയ സമയത്ത് IAS ഓഫീസർമാർ എല്ലാവരും കൂടിയിട്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത് വരികയും പരാതിപ്പെടുകയും എഴുതി കൊടുക്കുകയും തീരുമാനമെടുക്കുകയും അത് നിർത്തലാക്കുകയും തടസ്സപ്പെടുത്തുകയൊക്കെ ചെയ്തത്. ഇതൊക്കെ ഞങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കാത്തവരാണെന്ന് വിചാരിക്കണം. ഞാൻ ചോദിച്ചോട്ടെ, റേച്ചേട്ടൻ അടക്കമുള്ള ആളുകൾ, ഞാനടക്കമുള്ള ആളുകൾ, ബഹുമാനായിട്ടുള്ള ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഒരു വിഷയം, വലിയ വിഷയം, പാർക്ക് വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായ സമയത്ത് മുഖ്യമന്ത്രിയുടെ ആഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ പ്രാപ്തിയില്ലാത്തൊരു വ്യക്തിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെങ്കിൽ രാജിവെച്ച് പോകണം നിങ്ങൾ എന്ന് നമ്മൾ ചർച്ചയിൽ പറഞ്ഞിട്ടില്ലേ സാറേ? നിങ്ങളും പറഞ്ഞിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൂക്കിന് തുമ്പിലിരിക്കുന്ന 1, 2, 3 വ്യക്തികൾ ഇതേപോലെയുള്ള കാര്യങ്ങളിൽ ആരോപിതനായിപ്പെടുന്ന സമയത്ത്, അതിൽ പ്രതിസന്ധികൾ പെടുന്ന സമയത്ത്, കോടതി തന്നെ പ്രഥമ ദൃഷ്ട്യാ ഇദ്ദേഹത്തിനെതിരെ തെളിവുകളുണ്ട് എന്ന് അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കാൻ പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിൻ്റെ മൂക്കിന് തുമ്പിലിരിക്കുന്ന വ്യക്തികൾ ഇതൊക്കെ ചെയ്യുമ്പോൾ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആ മുഖ്യമന്ത്രിക്ക് വേറെ പണിക്ക് പോയിക്കൂടെ എന്ന് ഇന്നും ചോദിക്കണ്ടേ റീച്ചേട്ടാ? കഴിഞ്ഞ UDF സർക്കാരിനകത്ത് നിങ്ങൾ ചോദിച്ച ചോദ്യം തന്നെയല്ലേ ഇത്? അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ വിഷയം ചോദിക്കേണ്ടതില്ലേ? രാഷ്ട്രീയ കാര്യത്തിൽ റേച്ചേട്ടൻ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ മാറി വന്ന സമയത്ത് വെളുക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ഉത്തരവും താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. പരാതികൾ നിരവധി വരാം, അഴിമതി ആരോപണങ്ങൾ നിരവധി വരാം, ഒന്നും കോടതി ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ജനകീയമായ കോടതിയിൽ അവർ 2ാമത് ജയിച്ചിട്ടുണ്ട്, 3ാമതും ജയിച്ചതൊക്കെ ചരിത്രമുണ്ട്. ആ ഒരു ചർച്ചയിൽ വരികയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ചർച്ചയിലേക്ക് പോകാം. ഇവിടെ നടക്കുന്നത് എന്താണ്? ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയാതെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ, അത് കൃത്യമായിട്ട് അധികാരമുള്ള ഉദ്യോഗസ്ഥർ, എന്താണ് റേച്ചേട്ടൻ അത് കാണാതെ പോകുന്നത്? നിങ്ങൾ വ്യക്തിപരമായിട്ട് ഇതിനൊന്നും അംഗീകരിക്കുന്ന ആളല്ല എന്ന് വ്യക്തമായിട്ട് ബോധ്യമുള്ള ആളാണ് ഞാൻ. പക്ഷെ ഇപ്പോൾ നിങ്ങൾ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ അംഗീകരിക്കുന്നതായിരിക്കാം. KM എബ്രഹാം എന്ന് പറയപ്പെടുന്ന വ്യക്തി നല്ലതായിരിക്കാം, എങ്ങനെ അക്കാഡമിക്കലി നല്ല മിടുക്കനായിരിക്കാം, അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പ് വീട്ടിൽ കയറ്റിയാൽ ഓട്ടൂറിൽ കൊണ്ടുപോകുന്നു പറഞ്ഞാൽ പിന്നെ വീട്ടിൽ കയറ്റാൻ പറ്റില്ലല്ലോ ചേട്ടാ.
അപ്പൊ അദ്ദേഹത്തിന് എത്ര വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞാലും എത്ര കഴിവുണ്ടെന്ന് പറഞ്ഞാലും വീടിനകത്ത് കയറ്റി അപ്പൊ ഒട്ടുരുളി എടുത്ത് കൊണ്ടുപോകുന്നു പറഞ്ഞാൽ പിന്നെ നമ്മൾ വീടിനകത്ത് കയറ്റാം. അപ്പൊ അഴിമതിയിൽ മുങ്ങി കുളിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ നിങ്ങൾ എന്തിനാണ് പ്രയാസം അനുഭവിക്കുന്നത്? ശരി, ശ്രീ എ സജീവൻ, ഇതിലിപ്പോൾ ഇതിന്റെ അവസാനം എങ്ങനെ സംഭവിക്കുമെന്നാണ് കരുതുന്നത്? ഇതിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം പ്രതീക്ഷിക്കാമോ? ചെറിയ ആരോപണമല്ലല്ലോ. മുഖ്യമന്ത്രി പ്രതികരിച്ചാലും ഇല്ലെങ്കിലും കോടതിയുടെ ഭാഗത്തുനിന്നൊരു ഒരു പരാമർശം ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അമിക്കസ് ക്യൂറി റിപ്പോർട്ടിൽ കോടതിക്ക് എന്തെങ്കിലും ഒന്ന് പറയേണ്ടി വരും. സർക്കാരിൻ്റെ വിശദീകരണം ചോദിക്കാം. സർക്കാർ കൊടുക്കുന്ന വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ അതിരൂക്ഷമായിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് എബ്രാമിനെയല്ല സത്യത്തിൽ ബാധിക്കുക, അദ്ദേഹത്തിന് വ്യക്തിപരമായി ബാധിക്കുന്നതിനേക്കാൾ സർക്കാരിനും ഇടതുമുന്നണിക്കും വലിയ ദോഷമായിട്ട് മാറും. വേറെ കാര്യമുള്ള ഇപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ നേരത്തെ സ്മൃതി ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടി ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അത് ഈ നമ്മൾ പി വി അൻവർ ഫോൺ ചോർത്തിയതിനെ കുറിച്ച് ഞാൻ ഫോൺ ചോർത്തിയെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ തന്നെ ചർച്ചയിൽ പറഞ്ഞാണ് എന്തൊരു വിഡ്ഢിയാണ് ഇയാളിങ്ങനെ തുറന്ന് പറഞ്ഞാൽ അയാൾ എന്നെ കുടുങ്ങില്ലേ എന്ന് പറഞ്ഞ അവസാനം അൻവർ ഉരുണ്ട് കളിച്ചു. ഇവിടെ അതേപോലെ മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്തിട്ടുള്ള പരാതിയിൽ ഇതിനെക്കുറിച്ചുള്ള ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അബ്രഹാം പറഞ്ഞായിട്ടാണ് നമ്മൾ അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനപ്പെട്ട ചുമതലയിലുള്ള ഒരാൾ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ സാധാരണ സർക്കാർ അതുകൂടി അന്വേഷിക്കേണ്ടതാണ്. ഗൂഢാലോചനക്കാർ സംസാരിച്ചു, കോൾ ഡാറ്റ റെക്കോർഡ്സ് തന്റെ പക്കലുണ്ട്. ജോമോൻ പുത്തൻപുരയ്ക്കൽ അതിൽ 4000 സെക്കൻഡ് സംസാരിച്ചു. അതൊക്കെ കൃത്യം സെക്കൻഡ് കണക്കിന് മൂപ്പരയിൽ തെളിവുണ്ടെന്നാണ് പറയുന്നത്. അത് അങ്ങനെ ഒരു കൃത്യമായ തെളിവുകളുണ്ട് എങ്കിൽ ആ തെളിവിനെ കുറിച്ച് അന്വേഷിക്കുന്നതിനെ അപ്പുറത്ത് വേണ്ടത് ഇത് എങ്ങനെ കിട്ടി, ഇദ്ദേഹത്തിന് ഇങ്ങനെ ഫോൺ ചോർത്താനുള്ള അവകാശം എവിടെ കിട്ടി, ആരാണ് അതിനുള്ള അനുമതി കൊടുത്തതെന്നുള്ള ചോദ്യം വരുന്നില്ലേ? അത് വളരെ ഗുരുതരമായ കാര്യമാണ്. അതും വെറും ഒരു ഉദ്യോഗസ്ഥനല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ വളരെ ഉന്നതനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാത്രമല്ല, കിഫ്ബിയുടെയും മറ്റും ചുമതലക്കാരനായിട്ടുള്ള CEO ആയിട്ടുള്ള ഒരാളാണ് ഇങ്ങനെ ചെയ്തത് എങ്കിൽ അത് ചെറിയ കുറ്റമൊന്നുമല്ല. അപ്പോൾ സർക്കാർ, മുഖ്യമന്ത്രിയോ സർക്കാരോ ഇതിൽ നടപടിയിലേക്ക് പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമാവുക. അതിൽ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും പ്രതികരിക്കേണ്ടി വരും. വളരെ നന്ദി ശ്രീ N. ശ്രീകുമാർ, റെജി ലൂക്കോസ്, അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ശ്രീ എ സജീവൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.